കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പല സ്ഥലങ്ങളിൽ നിന്നും സഹോദര സഹോദരിമാരെ കടന്നു വരുന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പലർക്കും ഇന്നിവിടെ ടൗണിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് രണ്ട് പാട്ടുകൾ പാടി നമുക്ക് ദൈവജന പഠനത്തിലേക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ നേരത്തെ തന്നെ എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗാനശുശ്രൂഷയ്ക്ക് അനുഗ്രഹത്തിനു വേണ്ടി കർത്താവിൻ്റെ ദാസൻ ബൈജു അഗസ്റ്റൻ കടന്നു വന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കും. അതിനുശേഷം നമുക്ക് ചില പാട്ടുകൾ പാടിയതിനു ശേഷം നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുനാമത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ തിരുസന്നിധിയിൽ ആയിരിക്കുന്ന സമയം എത്രയോ മനോഹരമാണ്. കർത്താവെ, അങ്ങയുടെ കാൽപാദത്തിലിരുന്ന് ദൈവജനം അഭ്യസിക്കുക, അത് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാകിയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ആ രീതിയിൽ തിരുമുൻപാകെ കടന്നു വരുവാൻ ഞങ്ങൾക്ക് തന്ന ധന്യമേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ ദിനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണമേ. കർത്താവെ, പ്രിയദാസനെ അങ്ങ് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനത്തിലുള്ള അറിവുകൾ കർത്താവെ കൂടുതൽ ഞങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുകയും ആത്മീയ ജീവിതത്തിന് കൂടുതൽ പ്രേരിതരാക്കുകയും ചെയ്യുന്നു എന്നുള്ളതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന ആ രീതിയിലുള്ള ഒരു വിഷയം ദൈവമേ പ്രിയ ദേവദാസന് കൊടുക്കുകയും അത് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവെ ആഴ്ന്നിറങ്ങുവാൻ തക്കവണ്ണം അങ്ങ് ഇടയാക്കുന്നു എന്നുള്ളതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളിലും ഈ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ദൈവജന ശുശ്രൂഷ നൽകുവാൻ കർത്താവിൻ്റെ പ്രസാദമായി നന്ദി. ഇന്നും ഞങ്ങൾക്ക് കർത്താവെ ആ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിപ്പോൾ അങ്ങയുടെ ആ ഗാനങ്ങൾ ഞങ്ങൾ കേട്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാനായിട്ട് പോകുന്ന ആവശ്യമായ കൃപ തരണമേ. ഒരുമിച്ച് ഞങ്ങൾക്ക് കൂട്ടായ്മ അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഇന്നത്തെ ദിനം അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ധാരാളമായിട്ട് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ ഓരമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. സിയോനിലവൻ നമുക്കായി അതിശേഷമൂലകല്ല. സിയോനിലവൻ നമുക്കായി അതിശേഷമൂലകല്ല. തന്നോടു ചേർന്നു നാമും തന്റെ ജീവകല്ലുകളായല്ലോ. തന്നോടു ചേർന്നു നാമും തന്റെ ജീവകല്ലുകളായല്ലോ. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ക്ലാസ്സിൻ്റെ 3ാമത്തെ രാത്രിയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനേക സഹോദരി സഹോദരന്മാർ വിവിധ സ്ഥലം സഭകളിൽ നിന്ന്, തൃശ്ശൂർ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അനേകരെ കടന്നു വരുവാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിപ്പാനായിട്ട് നമ്മുടെ ഈ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കി അധികം നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഒരു വിഷയമാണ് മരണവും മരണാനന്തര ജീവിതവും. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായ നിലയിൽ അനേക ക്ലാസ്സുകൾ അല്ലെങ്കിൽ വചനത്തിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും കർത്താവിൻ്റെ ദാസൻ ജോൺ പി തോമസ് ഈ വിഷയത്തെ ആസ്പദമാക്കി 2 പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി പ്രസിദ്ധീകരിക്കാനിടയായി തീർന്നു. ആ ക്ലാസ് ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടും കർത്താവിൻ്റെ ദാസനുമായിട്ട് അനവധി സന്ദർഭങ്ങളിൽ കേൾക്കുവാനിടയായപ്പോഴെല്ലാം ഈ ക്ലാസ് തൃശ്ശൂരിൽ കേൾപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹം ഞങ്ങൾക്കുണ്ടായി. ഈ സ്ഥലസഭയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 2001 ലോകാന്ത്യ സംഭവങ്ങൾ എന്നുള്ള മീറ്റിംഗ് നടത്തി അനേകരെ കർത്താവിലേക്ക് നേടുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് എന്ന് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. ആ നിലയിലാണ് ഈ ക്ലാസ് തുടരുന്നത്.
ഇതിലേക്ക് ഈ പരിസരത്തുള്ളവരും വിവിധ സ്ഥലസഭകളിൽ നിന്നുള്ളവരും രക്ഷിക്കപ്പെട്ടവരായിരിക്കുന്നവർ അനേക വിശ്വാസ പ്രമാണങ്ങളിൽ ജീവിക്കുന്നവരെ എല്ലാവരെയും ഞാൻ ക്ഷണിച്ചിരുന്നു. കുറേ പേരെ കഴിഞ്ഞ ദിവസം ക്ലാസ്സുകളിലൊക്കെ വന്നു. കഴിഞ്ഞ ക്ലാസ്സുകൾ കേട്ടവരെല്ലാവരും അത് വീണ്ടും ആവർത്തിച്ച് കേൾക്കാനായിട്ട് ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്ത് പലർക്കും കിട്ടുന്നതുകൊണ്ട് ആണോ ഇന്ന് പലരും എന്നോട് ചോദിച്ചു, ആ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നില്ലേ, ഇന്ന് വരാനൊരു അസൗകര്യമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ദൈവവചനം പഠനത്തിനായിട്ട് വരുന്നതും അത് ശ്രവിക്കുന്നതും ഒരുമിച്ച് വസിക്കുന്നതുമൊക്കെ അതിൻ്റേതായിരിക്കുന്ന പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് കടന്നു വന്നിട്ടുള്ളവർ അടുത്ത ആഴ്ചയിലും കടന്നു വരുമ്പോൾ ഈ ക്ലാസ്സിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഞാൻ പ്രത്യേക നിലയിൽ അപേക്ഷിക്കുകയാണ്. ഇന്ന് ക്ഷണം സ്വീകരിച്ച് വന്ന പ്രത്യേക നിലയിൽ കടന്നു വന്ന അനേകരുണ്ട്. ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഉറ്റ സുഹൃത്തും ഡോക്ടറുമായിരിക്കുന്ന ജോൺസ് പോൾ കർത്താവിൻ്റെ ദാസൻ ആണ്. പല നിലകളിൽ ഈ ഇവിടെ കടന്നു വരുവാനും വചനം കേൾക്കുവാനും പഠിക്കാനും ഇടയായിത്തീരുന്നുണ്ട്. കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നിട്ടുണ്ട്. അതിൽ അനേകർ ഇനിയും കടന്നു വരുവാൻ ഇടയായിത്തീരണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മരണാനന്തരം ഒരു ജീവിതമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെ? അത് എങ്ങനെ സ്വായത്തമാക്കാം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകളായിട്ട് അനേകർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അനേക ചോദ്യങ്ങളുണ്ട് അനേകർക്ക്. അതുകൊണ്ട് ഈ ക്ലാസ് ഒരു ദിവസം കൂടെ നീട്ടുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. കർത്താവിനെ വെച്ചാൽ ഈ മാസം 21-ാം തീയതി, ഇന്ന് 7-ാം തീയതിയാണ്, 14-ാം തീയതി വീണ്ടും ഒരു ക്ലാസ്സുണ്ട്. അതിനുശേഷം 21-ാം തീയതി കൂടെ ഈ ക്ലാസ് നീട്ടുന്നുണ്ട്. പലരുടെ ആവശ്യവും അപ്രകാരമാണ് ആ നിലയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശദീകരിച്ചുള്ളൊരു പഠനത്തിലേക്ക് എന്നാലും പോകാൻ സാധിക്കുന്നില്ല. പലരെയും ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും കഴിയുന്നത്ര നിലയിൽ കർത്താവിൻ്റെ ദാസൻ ആ ക്ലാസ് നമുക്ക് എടുക്കുന്നതായിരിക്കും. ഇന്ന് ആ നിലയിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെയായിരിക്കാം. കടന്നു വന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. വരുന്ന ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടും കൂടെ വേണം ഈ ക്ലാസ് കേൾക്കുവാനും കടന്നു വരുവാനും. അനേക തടസ്സങ്ങളുണ്ട് ഈ ക്ലാസ്സിന് വരാനായിട്ട്. ഇത് എഴുതിയ പോലെ തുടങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ തടസ്സങ്ങൾ. അതുകൊണ്ട് തടസ്സമില്ലാതെ ഈ ക്ലാസ് ശ്രദ്ധിപ്പാനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന നയിക്കുവാനായിട്ട് 2 സഹോദരന്മാർ പ്രാർത്ഥന നമ്മെ നയിക്കും. ആദ്യമായിട്ട് കിഴക്കേക്കോട്ട സഭയിലെ രാജു സഹോദരൻ, അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ ലോറൻസും കടന്നു വന്ന് പ്രാർത്ഥന നമ്മെ നയിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. തൃശ്ശൂർ സിറ്റി ബ്രദറൻ ചർച്ച് കൂടി വരുന്നത് ഈ സ്ഥലത്ത് തന്നെയാണ്. പലരും എന്നോട് വന്ന് പലരും ആ ചോദ്യം ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ഞായറാഴ്ച കൂടി വരുന്നതെന്ന്. ഈ സ്ഥലം നമ്മുടെ സ്വന്തമാണ്. അതുകൊണ്ട് നമ്മുടെ തൃശ്ശൂർ സിറ്റി ബ്രദറൻ ചർച്ചിൻ്റെ സ്ഥലമാണിത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏത് സമയത്തും ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ ആരാധനയ്ക്കായിട്ട് കടന്നു വരാം. നമ്മൾ കർത്താവ് കഴിഞ്ഞ 12-ലധികം വർഷമായി 13 വർഷത്തോളമായി ഇവിടെ കൂടി വരാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കടന്നു വന്നവരെല്ലാവരും വളരെ അനുഗ്രഹീതമായിരിക്കുന്ന നിലയിൽ കടന്നു വരാനിടയായി തീർന്നിട്ട്, കൂടാതെ ഇന്നൊരു ഔസേപ്പ് സഹോദരൻ കുടുംബമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസനെ അത് യുവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ യൂട്യൂബിലൊക്കെ പരിചയപ്പെട്ട അനേകരുണ്ട്. ആ നിലയിൽ ഈ തൃശ്ശൂർ ഭാഗത്തു നിന്ന് അനേകർ കർത്താവിൻ്റെ ദാസനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ ഇവിടെ കടന്നു വരുന്നു, പരിചയപ്പെടുന്നു. തുടർമാനമായിട്ട് അവരും കടന്നു വരുവാനിടയാക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോട് കൂടി ആയിരിക്കാം. ഇപ്പോൾ രാജു സഹോദരൻ, അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ ലോറൻസ് കടന്നു വന്ന് പ്രാർത്ഥന നമ്മെ നയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, മഹോന്നതനായ ദൈവമേ, ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം കർത്താവേ, സന്ധ്യാവേളയിൽ അടിയങ്ങൾക്ക് ഈ നിലയിൽ കൂടി വരുവാൻ തക്കവണ്ണം നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് കർത്താവെ എത്രത്തോളം സൗകര്യവും സാവകാശവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, ഒരു സെഷൻ, അങ്ങയുടെ വചനത്തിലുള്ള ഒരു സെഷൻ കർത്താവെ ഞങ്ങൾക്ക് പഠിക്കുവാൻ തക്കവണ്ണം ഒരു അവസരം കൂടെ കർത്താവ് നൽകി എന്നതിനായി ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ശ്രേഷ്ഠനായ ദാസൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേകമായ വിഷയം, മരണവും മരണാനന്തര ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ തന്നെ പഠിക്കുവാനായിട്ട് കർത്താവെ ആ നിലയിൽ അങ്ങയുടെ ദാസന് കർത്താവെ സംഗതിയായി എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ഉയരത്തിൽ നിന്ന് കർത്താവെ സർവശക്തനായ ദൈവം തൻ്റെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ പല പൊരുളുകളും കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അങ്ങയുടെ വചനം, മാറ്റമില്ലാത്ത വചനം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം, ആ വചനത്തിൽ നിന്ന് കർത്താവെ ഈ വിഷയത്തെ ക്രോഡീകരിച്ച് കർത്താവെ ഈ നിലയിലൊക്കെയും പഠിപ്പാനും അത് ആ നിലയിൽ കർത്താവെ ഇവിടെ നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് കർത്താവെ ആ വചനം പഠിക്കത്തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങളോട് കരുണ കാണിച്ചു തോർത്ത് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ ഈ സിറ്റി സഭയ്ക്ക് അതുമായി ബന്ധപ്പെട്ട നിലയിൽ കർത്താവെ ഒരു ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ വെളിച്ചം നൽകി
നിൻ്റെ മക്കളെ കർത്താവ് ഈ നിലയിൽ വരുത്തുവാൻ തക്കവണ്ണം അയൽസഭകളിൽ നിന്നൊക്കെയും ഇത്രത്തോളം കർത്താവെ സഹോദരന്മാർക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഈ അനുഗ്രഹീതമായ വിഷയത്തിലേക്ക് ഞങ്ങൾക്ക് കർത്താവെ ആഴത്തിൽ പഠിക്കുവാനുള്ള ഒരവസരം കൂടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകിയത് ഓർത്ത് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ആ മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്നുള്ള ബേസിക് ആയിട്ടുള്ള വിഷയം കർത്താവെ ഞങ്ങൾക്ക് ആഴത്തിൽ ഈ നിലയിൽ പഠിക്കാൻ തക്കവണ്ണം ദൈവം ഒരവസരം ഒരുക്കിയതോർത്ത് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ നിൻ്റെ നാമത്തെ ആ നിലയിൽ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തുടർന്നും കർത്താവെ ഈ ആഴ്ചകളിൽ അവസരങ്ങളെ നൽകുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഇത്രയും സഹോദരങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഈ യാഥാർത്ഥ്യത്തിൻ്റെ മുൻപാകെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ അങ്ങയുടെ മക്കളും പ്രിയ മക്കളുമാണ് കർത്താവെ. അപ്പോൾ തന്നെ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് പഠിക്കുവാനുള്ള ഒരവസരം കൂടെ ഈ നിലയിൽ ഞങ്ങൾക്ക് നൽകിയതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തന്നെ സ്തുതിക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക് നൽകുന്നു. കർത്താവെ ക്ലാസ്സിൻ്റെ വിവിധങ്ങളായ കർത്താവെ ആ വിഷയത്തിൻ്റെ അതിൻ്റെ ഓരോ വിഷയങ്ങളും കർത്താവെ അവതരിപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ധാരാളമായ കൃപ അങ്ങയുടെ ദാസന് നൽകി കർത്താവെ ഏറ്റവും സമ്പുഷ്ടമായ നിലയിൽ സ്വർഗത്തിന് ഞങ്ങളോട് പറയുവാനുള്ളത് എന്തെന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ആ നിലയിൽ ഞങ്ങൾ കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തരുന്ന ആയുസ് കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ തക്കവണ്ണം സംഗതിയാക്കണം. ഈ വർഷത്തിൻ്റെ ഒടുവിൽ എത്ര നല്ല ദൈവമെന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതായിട്ടുള്ള സത്യമാണ്. എത്ര മഹത്വമുള്ള ദൈവമാണ് അങ്ങ്. ഞങ്ങളുടെ ജീവിതം അതിന് സാക്ഷ്യമായിട്ട് നിലകൊള്ളുന്നതുകൊണ്ട് സ്തോത്രം. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് ഞങ്ങളായിരിക്കുന്നു. മഹത്വമെടുത്താലും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. അത്യുന്നതനും അതിപരിശുദ്ധനും വിശുദ്ധനുമായിട്ടുള്ള കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഒരു മനോഹരമായ സന്ധ്യ കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്തോർത്ത് സ്തോത്രം ചെയ്യുന്നു. പിതാവെ രാവിലെ സഭയോഗത്തിന് ശേഷം ഇന്ന് വൈകിട്ട് ഒരിക്കൽ കൂടെ തിരുപാദാന്തിക അല്പസമയം ചേർന്നിരുന്ന് തിരുവായ്മൊഴികളെ ശ്രദ്ധിപ്പാൻ തക്കവണ്ണം തിരുമേനി തന്ന ഈ വലിയ സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവെ അടിയങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായി സംഭവിക്കേണ്ടി വരുന്ന ആ മരണത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അതിനുവേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണമുള്ള ഒരു ബുദ്ധിപദേശം ഈ ദിവസങ്ങളിൽ അടിയങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവെ പ്രത്യേകിച്ചും ഈ വർഷാന്ത്യത്തിൽ അടിയങ്ങൾ എത്തി നിൽക്കുമ്പോൾ അടിയങ്ങൾ ഇന്നലേക്കാൾ അല്പം കൂടെ അതിനോട് അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങയുടെ വരവിനോട് അടുത്തിരിക്കുന്നു എന്നുള്ള വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസത്തിൽ വേഗത്തിൽ അടിയങ്ങൾക്ക് ഒരുങ്ങുവാൻ തക്കവണ്ണം തിരുമേനി കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി അങ്ങയുടെ ദാസനിലൂടെ അടിയങ്ങളെ അങ്ങ് പ്രബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അങ്ങയുടെ ദാസനെ ഈ സമയം കാര്യങ്ങളിൽ എടുക്കുമാറാകണമേ. വളരെ ലളിതമായിട്ട് അടിയങ്ങൾക്ക് ഈ തിരുവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളെ മനസ്സിലാക്കി തരുവാൻ തക്കവണ്ണം ആവശ്യമായിട്ടുള്ള ദൈവകൃപ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സംസാരിപ്പാനായിട്ടുള്ള കൃപ കൊടുത്ത് സഹായിക്കുമാറാകണമേ. ഈ ദിവസങ്ങളിൽ അനേകരെ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കുവാൻ തക്കവണ്ണം അദ്ദേഹം ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളിലും അങ്ങ് അദ്ദേഹത്തെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, ആവശ്യമായി ദൈവകൃപ കൊടുക്കണമേ. അനേകർക്ക് അത് പ്രയോജനപ്പെടുവാനും അനേകർ അങ്ങയുടെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഈ പഠനം മൂലം ഇടയാക്കുമാറാകണമേ. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം മാനിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അടിയങ്ങളെയും ധാരാളമായിട്ട് സഹായിക്കുമാറാകണമേ. അടിയങ്ങൾക്കും വളരെ ക്ഷേമത്തോടെ ഒരുക്കത്തോടെ ധൈര്യത്തോടെ തിരുസന്നിധാനത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണമുള്ള ഒരു കൃപ ഈ പഠനം മൂലം ലഭ്യമാകുവാൻ അടിയങ്ങളെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഈ സഭയെ ധാരാളമായിട്ട് സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പാൻ തക്കവണ്ണം തിരുമേനി അവരെയും സഹായിച്ചുവല്ലോ. ഇവിടെ കൂടി വരുന്ന സഹോദരങ്ങൾ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങളൊക്കെ ധാരാളമായിട്ട് സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ അതിരുകളെ വിശാലമാക്കുമാറാകണമേ. ഇനിയും ഇത്തരത്തിൽ ആഴമേറിയ വിഷയങ്ങളെ പഠിപ്പാൻ തക്കവണ്ണമുള്ള സാവകാശം ഇവിടെ ഉണ്ടാകുവാൻ ഇനിയും ഇടവരുത്തുമാറാകണമേ. എല്ലാ മാനമോഹത്തും തിരുമേനിക്ക് മാത്രം രക്ഷകനും കർത്താവുമായി യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ ഇത്രയും പേര് വീണ്ടും ഇന്ന് രാത്രി കൂടി വന്നതോർത്ത് ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ് ഞാൻ പുറത്ത് കുറച്ചേരം നിന്നപ്പോൾ പല ചോദ്യങ്ങളും ഒക്കെ വന്നു. സഹോദരിമാരും ഒക്കെ ചോദിച്ചു. വളരെ താല്പര്യം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്ന് എനിക്ക് വളരെ വ്യക്തമായി ബോധ്യമായി. ചില സംശയങ്ങൾ ചോദിച്ചത് ഞാൻ
ഈ ക്ലാസ്സുകൾ ദൂരീകരിക്കാനായിട്ട് ശ്രമിക്കാം. ഇനിയും ചോദ്യങ്ങളുണ്ടെങ്കിൽ എഴുതി ആ ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ ക്ലാസ്സിൻ്റെ മധ്യത്തിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് തീർത്തു തരാനായിട്ട് ശ്രമിക്കാം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ചില പ്രിയപ്പെട്ട പുതിയതായിട്ട് വന്നിട്ടുണ്ട് എന്നറിഞ്ഞു. അവരെയൊക്കെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവം ഈ ക്ലാസ്സുകളെ അനുഗ്രഹിച്ച് തരട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മരണവും മരണാനന്തര ജീവിതവും ഓരോ വ്യക്തി ജീവിതങ്ങളിലും പ്രാധാന്യത അർഹിക്കുന്ന ഒരു വിഷയമാണ്. ഒരുപക്ഷെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിനെക്കാട്ടിൽ പ്രാധാന്യതയുള്ള ഒരു വിഷയമില്ല. അത്ര പ്രാധാന്യതയാണ്. കാരണം നാം ഒരിക്കൽ മരിക്കും. നമ്മൾ സഭാപ്രസംഗി 7:2 വായിക്കുന്നുണ്ട്, വിരുന്നു വീട്ടിൽ പോകുന്നതിനെക്കാട്ടിൽ വിലാപ വീട്ടിൽ പോകുന്നതാണ് നല്ലത്. അതാണല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവർ ഹൃദയത്തിൽ അത് കരുതിക്കൊള്ളുമല്ലോ. ദൈവം ആഗ്രഹിക്കുന്നു മനുഷ്യനത് ചിന്തിക്കണം. മരണത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കണം. നമ്മൾ നേരത്തെ കണ്ടു, ഉൽപ്പത്തി 4-ലും 5-ലും 2 കുടുംബങ്ങളുടെ വംശാവലംബരി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കായീൻ്റെ വംശം, ഒന്ന് ശേത്തിൻ്റെ വംശം. ശേത്തിൻ്റെ വംശമാണ് ദൈവത്തെ ആരാധിച്ച് ജീവിച്ച ഭക്തന്മാരായിട്ടുള്ള ആളുകൾ. അവരാണ് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയത്. എന്നാൽ അവരോടുള്ള ബന്ധത്തിലും കായീൻ്റെ വംശത്തോടുള്ള ബന്ധത്തിലും അവിടെ പ്രാധാന്യത അർഹിക്കുന്ന വിഷയം, കായീൻ്റെ വംശത്തെക്കുറിച്ച് പറയുന്നിടത്ത് മരണമെന്ന ഒരു വാക്കില്ല. മരണത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവർ ലൗകിക പുരുഷന്മാരാണ്. അവരുടെ ഓഹരി ഈ ആയുസ്സിലാണ്. ധനം സമ്പാദിക്കുന്നു, പട്ടണം പണിയുന്നു, പേരിടുന്നു, ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു, സൗന്ദര്യമുള്ളവരെ ഭാര്യമായിട്ട് എടുക്കുന്നു. ഇങ്ങനെ ലോകത്തിൽ മനുഷ്യൻ എന്തെല്ലാം മഹത്വം എടുക്കാനുണ്ടോ അതെല്ലാം കായീൻ്റെ വംശം നേടിയെടുത്തപ്പോൾ ശേത്തിൻ്റെ വംശം നമ്മൾ വായിക്കുന്നുണ്ട്. ഓരോ തലമുറയെക്കുറിച്ച് പറയുമ്പോഴും പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു. മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർമ്മയുള്ള ഒരു തലമുറയായിരുന്നു. ഈ മരണത്തെക്കുറിച്ച് ഓർമ്മയുള്ളവരാണ് മോശ പറഞ്ഞ പോലെ, ദാവീദ് പറഞ്ഞ പോലെ ജ്ഞാനമുള്ള ഹൃദയമുള്ളവരായി ജീവിക്കുന്നത്. മനുഷ്യൻ്റെ നിസ്സാര അവസ്ഥ മനസ്സിലാക്കിയാൽ ഇവിടെ പിന്നെ മനുഷ്യനൊന്നും പുകഴാനായിട്ട് ഇല്ല. ഞാൻ ആമുഖമായിട്ടൊന്നും എടുക്കുന്നില്ല, വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ചിലർ പറഞ്ഞു എടുത്തതൊന്ന് കൺക്ലൂഡ് ചെയ്യണമെന്ന്. വളരെ വിപുലമായിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ മനുഷ്യൻ്റെ പ്രകൃതിയെക്കുറിച്ചാണ് നമ്മൾ എടുത്തത്. പ്രധാനമായിട്ട് മനുഷ്യന് ത്രിഭാഗ പ്രകൃതിയുണ്ട്, എ ട്രൈപാറ്റേറ്റ് നേച്ചർ. അതായത് മനുഷ്യൻ്റെ ദേഹം മാത്രമല്ല, ഈ ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ദേഹിയും ഒരാത്മാവും ഉണ്ട്. 3 ഭാഗം കൊണ്ടാണ് ഒരു മനുഷ്യൻ ഉണ്ടാക്കപ്പെട്ടത്. സംശയമുള്ളവർക്ക് വേണ്ടി ഒരു വാക്യം മാത്രം ഞാൻ വായിക്കുകയാണ്. നമ്മളതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചത് കൊണ്ട് ഞാനിനിയും ഒരുപാട് വിശദമായി പോകുന്നില്ല. കാരണം ക്ലാസ് മുന്നോട്ട് പോകണം, എനിക്ക് ടോപ്പിക്കൊന്ന് എടുത്ത് അവസാനിപ്പിക്കണം. നമ്മൾ 1 തെസ്സലോനിയർ 5-ാം അധ്യായത്തിൽ അവിടെ അതിൻ്റെ 23-ാം വാക്യം, 1 തെസ്സലോനിയർ 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. യുവർ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. 3 ഭാഗത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആത്മാവ്, ദേഹി, ശരീരം. മനുഷ്യൻ്റെ ശരീരം ഒരു കൂടാരമാണ്. പത്രോസും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാരം എന്ന് പറഞ്ഞാൽ കൂടാരം ഒരു വാസസ്ഥലമാണ്. ആത്മാവും ദേഹിയും വസിക്കുന്ന ഒരു വാസസ്ഥലമാണ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ കൂടാരമായ ശരീരം. ഈ കൂടാരം ഒരു ദിവസം തകർന്നു പോകും. പൗലോസ് തന്നെ പറയുന്നുണ്ട്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത ഒരു നിത്യഭവനം സ്വർഗത്തിലുണ്ട്. പത്രോസിൻ രേഖപ്പെടുത്തി ഈ കൂടാരം നശിക്കുന്നതിനെക്കുറിച്ച്. പൗലോസ് ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു. എന്തെല്ലാം പൗലോസ് അതിനെ റിപ്പയർ ചെയ്താലും, നെയ്ത് തുന്നി ഒക്കെ അതിനെ വൃത്തിയാക്കിയാലും ഒരു ദിവസം കൂടാരം അത് പഴകും തോറും അതിൻ്റെ ബലം ക്ഷയിച്ച് ഒരിക്കൽ അത് നിലംപരിചാകും. കൂടാരം നിലംപരിചാകുമ്പോൾ കൂടാരത്തിൻ്റെ ഉള്ളിലുള്ളവർ പുറത്തു പോകും.
മണ്ണ് പണ്ട് ആയിരുന്ന പോലെ മണ്ണിലേക്ക് തിരിയും. ആത്മാവിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകും. മനുഷ്യൻ്റെ ശരീരം മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടു. മണ്ണിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആ കൂടാരത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഹിയും ആത്മാവും നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. നമ്മൾ ആ വിഷയങ്ങൾ ശ്രദ്ധിച്ചു. ഇനിയും അത് വിശദമായി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പിന്നീടുള്ള ചോദ്യം, ഈ ശരീരം മണ്ണിൽ ലയിച്ച് ചേർന്ന് വൃക്ഷങ്ങളൊക്കെ അതിനെ വലിച്ചെടുത്ത് അതിൻ്റെ ഫലങ്ങളൊക്കെ മറ്റ് മൃഗങ്ങളൊക്കെ ഭക്ഷിച്ച് അതൊരു പ്രോസസ്സ് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ആ ശരീരം വീണ്ടും ജീവിക്കുമോ? ആ ശരീരം വീണ്ടും ജീവിക്കുമോ? ഇത് ഇന്നും ഇന്നലെയുള്ള ചോദ്യമൊന്നുമല്ല. ഇയ്യോബിൻ്റെ കാലം തൊട്ട് മനുഷ്യൻ ചോദിച്ച ചോദ്യമാണ്, മനുഷ്യൻ മരിച്ചാൽ പിന്നെ ജീവിക്കുമോ? എന്തെല്ലാം ഉപദേശങ്ങളാണ് അതുള്ള ബന്ധത്തിലുണ്ടായത്. നമ്മൾ അല്പം ദീർഘമായിട്ട് അത് ചിന്തിച്ചത് കൊണ്ട് എടുക്കുന്നില്ല. എപ്പിക്യൂറിയൻസും സ്റ്റോയിക്സും സാദൂക്യരും ഗ്രീക്കിയരും ഇവരൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. നാം ജീവിക്കുന്ന ഭാരതത്തിൽ തന്നെ ഓരോ മതങ്ങളും ഓരോ വിധത്തിൽ പഠിപ്പിക്കുന്നു. മരിച്ച ശേഷം മനുഷ്യൻ ഇന്നതായിട്ടൊക്കെ ആയിരിക്കും അവൻ്റെ അടുത്ത ജീവിതമെന്ന് പറയുന്നു. എന്നാൽ ഒരു കാര്യം ബൈബിള് വ്യക്തമാക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ വ്യക്തിത്വം ഒരിക്കലും നശിക്കില്ല. ഞാനാണ്. എൻ്റെ വ്യക്തിത്വം നശിക്കില്ല. എൻ്റെ വ്യക്തിത്വം ദൈവത്തിൻ്റെ ദാനമാണ്. ആ വ്യക്തിത്വം നിത്യതയിലും നിലകൊള്ളും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ പുനരുത്ഥാനം പ്രാപിക്കും. പുനരുത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു, വീണിടത്ത് നിന്ന് എഴുന്നേൽക്കുക. ഉദ്ധാരണം, വീണ്ടും എഴുന്നേൽക്കുകയാണ്. പുനരുത്ഥാനം ഉണ്ട്. നമ്മൾ ഓർക്കണം, ഒരാളൊരു ക്രിസ്ത്യനായി മാറണമെങ്കിൽ, രക്ഷിക്കപ്പെടണമെങ്കിൽ അവനിത് വിശ്വസിച്ചേ ഒക്കത്തുള്ളൂ. ഇത് വിശ്വസിക്കണം, വായി കൊണ്ട് ഏറ്റു പറയണം. അവനിത് വിശ്വസിക്കാതെ ഒരു ക്രിസ്ത്യാനിയായി മാറത്തില്ല, അല്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെടത്തില്ല. അവൻ രക്ഷിക്കപ്പെടണോ? ഇത് വേണം, ഇത് വിശ്വസിക്കണം. നമ്മൾ കണ്ടു, അപ്പോസ്തലന്മാരുടെ പ്രസംഗ വിഷയത്തിൽ കാതലായിരിക്കുന്നത് ഈ പുനരുത്ഥാനം എന്ന വിഷയമാണ്. അപ്പോസ്തലപ്രവൃത്തികളിൽ 11 പ്രാവശ്യം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം 10 പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട്. ഏതാണ്ട് 68 പ്രാവശ്യം പുനരുത്ഥാനത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. പുനരുത്ഥാനം എന്നതായിരുന്നു ഈ അപ്പോസ്തലന്മാരുടെ കാതലായ പ്രസംഗ വിഷയം. നമ്മൾ ഓർക്കണം, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതൽ, അടിത്തറ, റോക്ക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പുനരുത്ഥാനമുണ്ട്. മരിച്ചുപോയവർ വീണ്ടും ജീവിക്കും. നമ്മൾ ആ വിഷയമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു ക്ലാസ് പുനരുത്ഥാനത്തെക്കുറിച്ച് തന്നെ എടുത്തു. ഞാൻ മുന്നോട്ട് പോകട്ടെ. അല്പം കൂടെ കാര്യങ്ങൾ അതുള്ള ബന്ധത്തിൽ പറയേണ്ടതായിട്ടിരിക്കുന്നു. കാരണം അത് പലർക്കും ഒരു സംശയമായതുകൊണ്ടും പലരും അതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചതുകൊണ്ടും സംശയമുണ്ടെങ്കിലൊന്നും നിങ്ങൾ പരിഭവിക്കേണ്ട. കൊരിന്ത്യ സഭയിൽ 1-ാം നൂറ്റാണ്ടിൽ പോലും സംശയിച്ചു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിങ്ങളിൽ ചിലർ, അതായത് സഭയിലെ അംഗങ്ങളാണ്, നിങ്ങളിൽ ചിലർ പുനരുത്ഥാനമില്ല എന്ന് പറയുന്നതിന് കാരണം എന്താണ് പൗലോസ് ചോദിക്കുന്നുണ്ട്. അത് നോസ്റ്റിക് തിയോളജി എന്ന് പറഞ്ഞാൽ നോസ്റ്റിസിസം എന്ന് പറഞ്ഞ ഒരു ചിന്താഗതി ആ കാലത്തുണ്ടായിരുന്നു. അതായത് ശരീരം വളരെ മോശമാണ്, ഇൻഹറൻ്റ് ഇവിളാണ് ബോഡി. അതുകൊണ്ട് ഈ ശരീരമൊന്നും ഇനി എഴുന്നേക്കത്തില്ല, ദൈവം ശരീരത്തോട് ഇടപെടത്തില്ല എന്ന് ഉള്ള ഒരു ടീച്ചിങ് നോസ്റ്റിസിസത്തിൻ്റെ പഠിപ്പീര് കൊണ്ടുവന്നു. ആ ചിന്താഗതി ആയിരിക്കണം കൊരിന്ത്യ സഭയിൽ ചിലരുടെ ഇടയിൽ അങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പുനരുത്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഞാനിത് വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ഞാൻ ഓർത്തുപോയി. അതായത് ഒരു കാലത്ത് യൂറോപ്പിൽ ഒരു തർക്ക വിഷയമുണ്ടായിരുന്നു. യൂറോപ്പിൽ നിന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ചക്രവാളം കാണാം. ആ ചക്രവാളം അവിടുന്ന് അപ്പുറത്തൊരു സ്ഥലമുണ്ടോ എന്ന് എപ്പോഴും വാദിക്കുമായിരുന്നു, ഡിബേറ്റ് ഉണ്ടായിരുന്നു.
ഒരു കൂട്ടർ പറയും അപ്പുറത്ത് സ്ഥലമുണ്ട്, ഒരു കൂട്ടർ പറയും അപ്പുറത്ത് സ്ഥലമില്ല. ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയത്തില്ല. 1492 കൊളംബസ് തൻ്റെ കൂടെ കുറേ ആളുകളും അവിടെ നിന്ന് കപ്പൽ കയറി അങ്ങ് പോയി. ആ പടിഞ്ഞാറേ ചക്രവാളത്തിലോട്ട് അങ്ങ് നീങ്ങിപ്പോയി. അവരവിടെ ചെന്ന് അമേരിക്ക കണ്ടുപിടിച്ചു. അമേരിക്ക ചെന്ന് കാലുകുത്തി അവിടെ കണ്ടുപിടിച്ച ശേഷം അവർ മടങ്ങി വന്ന് പറഞ്ഞു, അവിടെ സ്ഥലമുണ്ട്, അങ്ങനെ ഒരു രാജ്യമുണ്ട്. കൊളംബസിൻ്റെ ആളുകളും സാക്ഷികളായി വന്ന് പറഞ്ഞു, ഉണ്ട്, സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ സഹോദരീസഹോദരന്മാരെ, എന്നെ കേൾക്കുന്നവരെ, നമ്മൾ പുനരുത്ഥാനം പ്രാപിക്കും എന്നതിൻ്റെ കാതലായ തെളിവെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി പുനരുത്ഥാനം പ്രാപിച്ചു. നമ്മൾ പഠിച്ചു, ലേവ്യപുസ്തകം 23-ാം അധ്യായത്തെ ആസ്പദമാക്കി. ആദ്യ ഫലം വിളഞ്ഞു കിടക്കുന്ന വയലിലെ ആദ്യത്തെ കറ്റ മുറിച്ചെടുത്ത് പുരോഹിതന്റെ കയ്യിൽ കൊടുക്കുകയാണ് നീരാജനം ചെയ്യുവാൻ. 4 വശത്തോട്ടും ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആട്ടിക്കാണിക്കാൻ. അത് ആ ഭൂമിമേലുള്ള അവരുടെ ദൈവത്തിൻ്റെ അവകാശം സമ്മതിക്കുന്നു യഹൂദൻ. ദൈവമാണ് ഞങ്ങൾക്ക് വിളവ് തന്നത്, ദൈവമാണ് ഞങ്ങളെ അനുഗ്രഹിച്ചത്, ഞങ്ങൾക്ക് ആരോഗ്യം തന്നതൊക്കെ ദൈവമാണ് എന്ന് പറയുമ്പോൾ ഇത് മറ്റൊരു സത്യം പഠിപ്പിക്കുകയാണ്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി പുനരുത്ഥാനം പ്രാപിച്ചു. ഹി ഈസ് ദ ഫസ്റ്റ് ഫ്രൂട്ട് ഫ്രം ഡെഡ്. ദൈവം മറ്റൊരു വയൽ കാണിക്കുകയാണ്. ആ വയലിൽ കൊയ്തെടുത്ത ആദ്യത്തെ കറ്റ യേശുക്രിസ്തുവാണ്. ആദ്യത്തെ കറ്റ കൊയ്തെടുത്തപ്പോൾ അവിടെ വേറെ ഒരു സത്യമുണ്ട്, ഇനിയും കൊയ്യാൻ ഒരുപാട് കറ്റകളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം തുടർന്ന് പുനരുത്ഥാനമുണ്ടെന്നതിൻ്റെ ഉറപ്പാണ്. നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വായിച്ചു, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ ഓരോരുത്തൻ താൻ്റെ നിരയിലാണ്. പുനരുത്ഥാനത്തിനൊരു നിരയുണ്ട്. നമ്മൾ കണ്ടു, 1-ാം പുനരുത്ഥാനം എന്ന് പറയുന്നതിന് 4 നിരകളുണ്ട് എന്ന് കണ്ടു. അതിനിയും വിശദീകരിക്കാൻ പോകുന്നില്ല, പറഞ്ഞു പോകാം. 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നു. അവൻ്റെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരാണ്. ഈ 1-ാം പുനരുത്ഥാനം 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് മുമ്പ്, അതായത് യേശുക്രിസ്തു മടങ്ങി വന്ന് രാജ്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് 1-ാം പുനരുത്ഥാനം പൂർത്തീകരിക്കപ്പെടും. പിന്നെ ആരും 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി പുനരുത്ഥാനം പ്രാപിക്കുന്നില്ല. 1-ാം പുനരുത്ഥാനത്തിൽ ആദ്യ ഫലം ക്രിസ്തുവാണ്. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിൽ. ആ വാക്ക് നമ്മൾ അപഗ്രഥിച്ച് ചിന്തിച്ചു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ പുനരുത്ഥാനം പ്രാപിക്കും. ക്രിസ്തുവിൽ, ആ പദം ഇൻ ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് പുതിയ നിയമസഭയ്ക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടു, ആത്മസ്നാനത്താലാണ് നമ്മളെ ഒന്നാക്കി മാറ്റിയത്. നമ്മൾ കണ്ടു, വേറെ ഒരു യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടെങ്കിലും ഒരു യുഗത്തിലും ആത്മസ്നാനമില്ല. ആത്മസ്നാനം പുതിയ നിയമസഭയ്ക്ക് മാത്രമേ ഉള്ളൂ. 1 കൊരിന്ത്യർ 12:13. ഏക ശരീരമാകുമാറ് നമ്മളെ ഒരേ ആത്മാവിനാൽ സ്നാനം ഏറ്റു. ക്രിസ്തുവിൻ്റെ മാർമിക ശരീരമായി നമ്മളെ തീർത്തു. കർത്താവ് പറഞ്ഞു, അന്ന് ആത്മാവ് വന്നിട്ടില്ല. ആത്മാവ് വന്നു കഴിയുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ, അന്ന് നിങ്ങൾ അറിയും. എന്തറിയും? ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലുമാണെന്ന് അന്നറിയും. Then you will know that I am in you and you in me. നമ്മൾ കർത്താവിലായി മാറുകയാണ്. അവൻ തന്ന, യോഹന്നാൻ ലേഖനത്തിൽ എഴുതി, അവൻ നമുക്ക് ആത്മാവിനെ തന്നതിനാൽ നാം അവനിൽ വസിക്കുന്നുവെന്ന് നാം അറിയുന്നു. ആത്മസ്നാനത്താൽ പുതിയ നിയമസഭ രൂപപ്പെട്ടപ്പോൾ നമ്മൾ ഓർക്കണം, ആ പദവി വേറെ ഒരു യുഗത്തിലും ആർക്കും കിട്ടിയിട്ടില്ല. പഴയ നിയമഭക്തന്മാർക്കും കിട്ടിയിട്ടില്ല. കർത്താവിൻ്റെ 2-ാം വരവിൽ, അതായത് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ ഇറങ്ങി വരും. ഭൂമിയിലോട്ടല്ല, മധ്യാകാശത്തിൽ വരികയാണ്. ആ വരവിൽ
പുതിയ നിയമസഭയുടെ പുനരുത്ഥാനം. നാം പുനരുത്ഥാനം പ്രാപിച്ച് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇത് രണ്ടാമത്തെ ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടം യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത. പല വാക്യങ്ങളെടുത്തു. യെശയ്യാവ് 26 കർത്താവിൻ്റെ മടങ്ങിവരവിൽ ക്രോധം കടന്നുപോയ ശേഷം എൻ്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. യെശയ്യാവ് 26. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം നമ്മൾ കണ്ടു. 2 കാര്യങ്ങൾ ഒന്നിച്ച് യഹൂദന് പറഞ്ഞിരിക്കുകയാണ്. 1 ഒരു വിടുതൽ, 2 പുനരുത്ഥാനം. വിടുതൽ കിട്ടുന്നത് അന്തിക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്നാണ്. തേർവാഴ്ച യഹൂദനെ കൊന്നൊടുക്കുകയാണ്. ഈ യഹൂദനെ കൊന്നൊടുക്കുന്ന അന്തിക്രിസ്തുവിൻ്റെ തേർവാഴ്ചയിൽ നിന്ന് വിടുതൽ കിട്ടുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിലാണ്. അവൻ തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ, അവൻ്റെ ശ്വാസത്താൽ അവനെ ഒടുക്കിക്കളയും. അന്തിക്രിസ്തുവിനെ കള്ളപ്രവാചകനെ പിടിച്ചു കെട്ടി ഗന്ധം കത്തുന്ന തീപ്പൊയ്യിൽ തള്ളിക്കളയും. അവർക്ക് വിടുതൽ കിട്ടുന്നത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിലാണ്. ആ വിടുതൽ കിട്ടുന്ന അന്ന് പുനരുത്ഥാനവും പറഞ്ഞിരിക്കുന്നു. അത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിലാണ്. ഇയ്യോബ് പറഞ്ഞ് നമ്മൾ എടുത്തു. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും. അന്ന് ഞാൻ തന്നെ അവനെ കാണും. മധ്യാകാശത്തിൽ പോയി കാണുകയല്ല, കർത്താവ് ഭൂമിയിൽ മഹത്വ പ്രത്യക്ഷതയിൽ മടങ്ങി വന്ന് ഈ പൊടിമേൽ നിൽക്കുമ്പോൾ കർത്താവിനെ കാണും, ദൈവത്തെ കാണുമെന്ന് ഇയ്യോബ് പറഞ്ഞു. ഞാൻ നിർത്തട്ടെ. മൂന്നാമത്തെ ഗണമെന്ന് പറയുന്നത് പഴയ നിയമ ഭക്തന്മാരുടെ പുനരുദ്ധാനമാണ്. 4മതൊരു കൂട്ടരോടുണ്ട്. അത് വെളിപാട് ദിവസം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതായത് പീഡന കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ, മഹോപദ്രവ കാലഘട്ടം. അതിൻ്റെ 4-ാമത്തെ വാക്യം, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. 1000 ആണ്ട് ആരംഭിക്കുന്നതിന് മുമ്പ് മഹോപദ്രവ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ട വിശുദ്ധന്മാരുണ്ട്, അന്തിക്രിസ്തുവിനെ വണങ്ങാത്തവരുണ്ട്, അവൻ്റെ മുദ്രയേൽക്കാത്തവരുണ്ട്. അവർ മരിക്കേണ്ടി വന്നു. അവർ ജീവിച്ച് ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഇവിടെ വായിക്കുന്നത് കണ്ടോ, ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുമ്പോഴും ജീവിച്ചില്ല. അടുത്ത വാക്യം നോക്കി. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവര് ഭാഗ്യവാനും വിശുദ്ധനുമാണ്. അവൻ്റെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആ സംശയം തീർത്ത് ഞാൻ മുന്നോട്ട് പോകട്ടെ. 1-ാം പുനരുത്ഥാനം 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് മുമ്പ് പൂർത്തീകരിച്ചിരിക്കും. അതിന് ശേഷം 1-ാം പുനരുത്ഥാനം ഇല്ല. ഈ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ വിശുദ്ധന്മാരാണ്, ഭാഗ്യവാന്മാരാണ്. അതിന് 4 ഘട്ടമുണ്ടെന്ന് നമ്മൾ കണ്ടു. പുതിയ നിയമസഭയുടെ പുനരുത്ഥാനം, പഴയ നിയമ ഭക്തന്മാരുടെ പുനരുത്ഥാനം, മഹോപദ്രവ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടവരുടെ പുനരുത്ഥാനം. ഇവർ ഭാഗ്യവാന്മാരാണ്, വിശുദ്ധന്മാരാണ്. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല. അപ്പോൾ 1-ാം പുനരുത്ഥാനം 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് മുമ്പ് നടക്കും. 2-ാമത്തെ പുനരുത്ഥാനം എപ്പോഴാണ് നടക്കുന്നത്? 1000 വർഷം കഴിയണം. കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ സകല ദുഷ്ടന്മാരുടെയും സകല പാപികളുടെയും പുനരുത്ഥാനം അവിടെ നടക്കുകയാണ്. അവരപ്പോഴേ പുനരുത്ഥാനം പ്രാപിക്കുകയുള്ളൂ. ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് പോകാം. എന്നാൽ ഈ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ എനിക്കൊന്ന് ഓർപ്പിക്കണം എന്നുണ്ട്. അതായത് ഈ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം എന്നെ എനിക്ക് ശ്രദ്ധിപ്പാനായിട്ടിടയായി. അതായത് കർത്താവിൻ്റെ പുനരുത്ഥാനവും ഇവരുടെ മാനസിക അവസ്ഥയും എനിക്ക് കാണാനായിട്ടിടയായി. യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഞാൻ വചനം ഇങ്ങനെ പരിശോധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവർ ദുഃഖത്തിലായി. എല്ലാവരും ദുഃഖത്തിലാണ്. എല്ലാ വാക്യങ്ങളും ഒന്ന് വായിക്കണമെന്നുണ്ട്, ഞാൻ വായിക്കുന്നില്ല, പറഞ്ഞു പോകാം. അന്ത്യത്താഴത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും.
അവരത്യന്തം ദുഃഖിച്ചു. മത്തായി 26 21 തൊട്ട് 22 വരെ എക്സീഡിംഗ്ലി സോറോഫുൾ എന്നാണ് പറയുന്നത്, ഇംഗ്ലീഷ് വായിക്കുന്നത്. അവരത്യന്തം ദുഃഖിച്ചു. ഞാനോ ആരാണ് കാണിച്ചു കൊടുക്കുന്നത്? നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ മത്തായി 26 21 തൊട്ടുള്ള വാക്യത്തിൽ അവര് അത്യന്തം ദുഃഖിച്ചു. ദുഃഖം തളം കെട്ടി അവിടെ ശിഷ്യന്മാരുടെ ഇടയിൽ. തീർന്നില്ലേ? കർത്താവിനെ ഒന്ന് ആലോചിച്ച്. യോഹന്നാൻ 13:2 മരണത്തെക്കുറിച്ച് പറയുന്ന സമയം നാം വായിക്കുന്നുണ്ട്, ഹി വാസ് ട്രബിൾഡ് ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ അവൻ ട്രബിൾഡായി. 3, കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, യോഹന്നാൻ 14:1, നിങ്ങളുടെ ഹൃദയം കലങ്കരുത്. കാരണം അവരുടെ ഹൃദയം കലങ്കയാണ്, അവനെ വിട്ടുപോവുകയാണ് എന്ന് മനസ്സിലായപ്പോൾ. 4, യോഹന്നാന്റെ സുവിശേഷം 20:11 വാക്യം നോക്കട്ടെ. മറിയയും മറ്റും, യോഹന്നാന്റെ സുവിശേഷം 20:11 വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, 20:11, എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. തീർന്നില്ലേ? നമുക്കറിയാം, എമ്മൗസിലേക്ക് ഒരു കൂട്ടം ശിഷ്യന്മാർ 2 പേര് പോയി. ലൂക്കോസ് 21 വായിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ വിചാരിച്ചു അവൻ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായിരിക്കും. ഞങ്ങൾ അങ്ങനെ വിചാരിച്ചത്. അവരുടെ ഹോപ്പെല്ലാം പോയി. കർത്താവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ ദുഃഖത്തിൻ്റെ തളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. കരയുകയും ഹൃദയം തകരുകയും ആശയം നഷ്ടപ്പെടുകയും പ്രത്യാശയ്ക്ക് ഭംഗം വരികയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 24 ഞാൻ മനോമുകുരത്തിൽ എൻ്റെ മനസ്സിൽ ഞാനത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് നോക്കി. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 31 വാക്യം. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവൻ അവരെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ഈ ശിഷ്യന്മാരുടെ കണ്ണ് തുറന്നു, ഇത് കർത്താവാണെന്ന് മനസ്സിലായി. നിമിഷം കൊണ്ട് കർത്താവ് അപ്രത്യക്ഷമായി. പിന്നീട് നമ്മൾ വായിക്കുന്നത്, ഈ ശിഷ്യന്മാര് അതിൻ്റെ 33 വാക്യം നോക്കിയേ. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അതിൻ്റെ 13 വാക്യത്തിൽ അവിടെ വായിക്കുന്നുണ്ട്, 7 നാഴിക 7 മൈൽ ദൂരമുണ്ട് എമ്മൗസും യെരുശലേമുമായിട്ട്. യെരുശലേമിൽ നിന്ന് നടന്നു, കർത്താവ് കൂടെ നടന്നു. അവരെ എമ്മൗസിൽ ചെന്നപ്പോൾ 7 മൈൽ നടന്നു. അവിടെ വെച്ചാണ് അവരുടെ കണ്ണു തുറന്ന് യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ തന്നെ അവർ മടങ്ങി 7 മൈൽ പോയി, യെരുശലേമിൽ പോയി. എൻ്റെ പ്രിയപ്പെട്ടവരോടൊന്ന് പറയട്ടെ, 14 മൈല് ആ ദിവസം അവർ നടന്നു. 14 മൈല് എത്ര കിലോമീറ്ററാ? 21-22 കിലോമീറ്റർ നടന്നു. ശേഷം ഓടിക്കാണും, തിരിച്ച് ഓടിക്കാണും. അവരുടെ സന്തോഷം, അവരുടെ ഹൃദയത്തിൽ ഈ കർത്താവ് പുനരുത്ഥാനം പ്രാപിച്ചു എന്ന് മനസ്സിലായപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനൊക്കില്ല. അവർക്ക് ക്ഷീണമില്ലേ, അവരോടി. നെഹമ്യാവിൻ്റെ പുസ്തകം 8 അധ്യായത്തിൻ്റെ 10 വാക്യം നമുക്കറിയാം, യഹോവയുടെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. ഞാനിത് വായിച്ചപ്പോൾ ഓർത്തു, ഈ ശിഷ്യന്മാരോട് കർത്താവ് നിങ്ങളെന്നെ ഓർമ്മയ്ക്കായി ചെയ്യണം എന്ന് പറഞ്ഞു കർത്തൃമേശ. അവർ അപ്പസ്തലപ്രവൃത്തി 20 അധ്യായത്തിൽ ആഴ്ചവട്ടത്തിൽ 1 ദിവസം കൂടി വന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോ ഒരു സന്തോഷത്തിലായിരിക്കും അവർ കൂടിയത്. അവരുടെ കർത്താവിനെ ഓർക്കാൻ അവർ കൂടി വന്നപ്പോൾ അവരുടെ സന്തോഷം, നമ്മുടെ കർത്താവ് അവരോട് പറയുന്നുണ്ട്, സന്തോഷിക്കാനായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ മലയാളം ബൈബിളിൽ അത് വിട്ടുപോയി. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം നിങ്ങൾ എടുത്താൽ ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചു നോക്കൂ. കർത്താവ് അവരെ എതിരേറ്റു, അവരോട് പറയുന്നുണ്ട്, റിജോയ്സ്, റിജോയ്സ്, ആനന്ദിക്കാനായിട്ട് കർത്താവ് പറഞ്ഞു. കർത്താവിൻ്റെ പുനരുത്ഥാനം ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ആനന്ദവും അവരുടെ ഹൃദയത്തിൽ കൊടുത്തു. അവർ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഈ കർത്താവ് അവരുടെ ഗുരു ജീവിക്കുന്നെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ മരണത്തെ ഭയം ഇല്ലാതായി. ഈ ശിഷ്യന്മാരെല്ലാം തല വെച്ചു കൊടുക്കാൻ തയ്യാറായി.
അവരെല്ലാം ഓരോരുത്തരായിട്ട് മരിക്കുകയാണ് കർത്താവിന് വേണ്ടി. മരണം അവരുടെ മുന്നിൽ കണ്ടപ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ശ്രമിച്ചില്ല. കാരണം എന്നാ? അവരുടെ സന്തോഷം അങ്ങനെയായിരുന്നു. അവരുടെ കർത്താവ് ജീവിക്കുന്നു. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ആനന്ദം കൊണ്ട് നിറഞ്ഞു. എന്നെ സഹോദരന്മാരെ, ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ഇത് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയണം. നമുക്ക് ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്. മാത്രമല്ല, നമ്മൾ ഓർക്കണം, കർത്താവിൻ്റെ എനിക്ക് എടുക്കണമെന്നുണ്ട്. കർത്താവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് പുനരുത്ഥാന ശേഷമാണ്. നമ്മൾ എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ ഒരു നിമിഷം ഒന്ന് എടുത്താട്ടെ. നമുക്ക് ദൈവമക്കൾ എന്നുള്ള നമുക്ക് ലഭിച്ച അനുഗ്രഹം ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. പറഞ്ഞറിയിക്കാനൊക്കില്ല, ഒരു ക്ലാസ് എടുക്കേണ്ടി വരും ആ ഭാഗത്തിലേക്ക് പോയാൽ. അവിടെ വായിക്കുന്നുണ്ട്, അതിൻ്റെ 7:14 യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചെന്ന് സ്പഷ്ടമല്ലോ, ആ ഗോത്രത്തോട്ട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. 8-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യം, അവൻ ഭൂമിയിലായിരുന്നുവെങ്കിൽ പുരോഹിതനാകെയില്ലായിരുന്നു. കർത്താവ് ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകെയില്ലായിരുന്നു. പുരോഹിതന്മാർ ലേവി ഗോത്രത്തിൽ നിന്നാണ്. നമ്മുടെ കർത്താവ് ഉദിച്ചത് യഹൂദ ഗോത്രത്തിൽ നിന്നാണ്. എന്നാൽ അവൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ എപ്പോഴാണ് ആരംഭിച്ചത്? നമ്മൾ 9-ാം അധ്യായത്തിൻ്റെ 11 തൊട്ടുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ, ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതാ എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വലിപ്പവും തികമേറിയ കൂടാരത്തിൽ കൂടെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. എന്തിനു പ്രവേശിച്ചു? 24-ാം വാക്യം, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായി. ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ ശുശ്രൂഷിക്കുമ്പോൾ അവൻ ലോകത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ അകത്ത് പ്രവേശിക്കുമ്പോൾ, ദേവാലയത്തിൽ കയറുമ്പോൾ, അവൻ്റെ മാർവിൽ ആ 12 ഗോത്രത്തിൻ്റെ പേരുണ്ട്. അവൻ്റെ 2 തോളിൽ ആ 12 ഗോത്രത്തിൻ്റെ പേരുണ്ട്. അവൻ ശുശ്രൂഷിക്കുന്നത് ആ ജനത്തിന് വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന് മഹാപൗരോഹിത്യ പ്രാർത്ഥനയെന്ന് പറയാറുണ്ട്. അവിടെ എന്താ പ്രാർത്ഥിക്കുന്നത്? പിതാവേ, ഞാൻ ലോകത്തിന് വേണ്ടിയല്ല, ഞാൻ ഇവർക്ക് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത്. സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ അവൻ പക്ഷപാതം ചെയ്യുന്നത് നമ്മുടെ മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കയറിപ്പോയി. ഇവിടെ ഒന്നുകൂടെ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. അതിൻ്റെ 6-ാം അധ്യായം നോക്കിക്കാട്ടെ. 6-ാം അധ്യായം, അവിടെ 20-ാം വാക്യം, യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചു. എടുക്കുന്നില്ലേ? മൽക്കീസേദെക്കിനെ കുറിച്ചൊന്നും എടുക്കുന്നില്ലേ? എന്നാൽ അവിടെ ഒരു കാര്യം മാത്രം പറയട്ടെ, മുമ്പ് കൂട്ടി പ്രവേശിച്ചു. ഇംഗ്ലീഷിൽ എങ്ങനെയാ? ആസ് എ ഫോർറണ്ണർ. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥമെന്ന് അറിയാനായിട്ട് ഞാൻ നോക്കി. ഞാൻ അതിൻ്റെ അർത്ഥം അറിയാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആ കാലത്ത് കപ്പലുകൾ തുറമുഖത്ത് അടുക്കാൻ വയ്യാതെ വരികയാണ്. സമുദ്രം പ്രക്ഷുബ്ധമായി തിരമാലകൾ കൊണ്ട് ഇളകി മറിയുകയാണ്. ഈ വലിയ കപ്പലുകൾക്ക് തുറമുഖത്തോട് അടുക്കാനൊക്കാതെ വരുമ്പോൾ ചെറിയ ബോട്ടുകളുണ്ട്, ടഗ് ബോട്ട് എന്ന് പറയും, കൊച്ചു ബോട്ട്. അന്നത്തെ കാലത്ത് ഈ കൊച്ചു ബോട്ട് ഈ കപ്പലിൻ്റെ നങ്കൂരം എടുത്തുകൊണ്ട്, അത് ചങ്ങൽ കൊണ്ട് ബന്ധിച്ചു, ഈ നങ്കൂരം എടുത്തുകൊണ്ട് ആ തുറമുഖത്ത് കൊണ്ടുപോയി ഇടും. ഈ ബോട്ടിന് പറയുന്നതാണ് ഫോറണ്ണർ, മുന്നേ പോകുന്ന ആ ബോട്ട്. ഇവിടെ പ്രക്ഷുബ്ധമായൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തിരമാലകളുണ്ട്, ഓളങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, നമ്മളെ തളർത്തുന്ന പലതുമുണ്ട്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമുക്ക് വേണ്ടി മുമ്പ് കൂട്ടി ഒരാൾ അവിടെ കയറിക്കഴിഞ്ഞു. വണ്ടർഫുൾ. നമുക്ക് വേണ്ടി മുമ്പ് കൂട്ടി നമ്മുടെ കർത്താവ് ഈ തിരമാലകളിലൂടെ ഈ വലിയ കപ്പലിനെ നമ്മളെ അവിടെ അടുപ്പിക്കാൻ, ഞാൻ അധികം എടുക്കുന്നില്ല, അതിൻ്റെ 4-ാം അധ്യായം എടുക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ശ്രേഷ്ഠമായ മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി പ്രവേശിച്ചെന്ന് മാത്രമല്ല, 7-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 25, 26, 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ നമ്മളെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. He will save us to the uttermost.
താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്ന മനുഷ്യനെ പൂർണ്ണമായി രക്ഷിക്കും. കാരണം എന്താ? അവൻ സദാ ജീവിക്കുന്നു. അവൻ നമ്മുടെ മഹാപുരോഹിതനാണ്. അവൻ്റെ മാർവിൽ നമ്മുടെ പേരുണ്ട്, അവൻ്റെ തോളിൽ നമ്മുടെ പേരുണ്ട്. ആ തോള് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തി, ആ മാർവ് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ സ്നേഹം, നമുക്കളക്കാൻ കഴിയുന്നതിലുപരിയായ സ്നേഹവും, നമുക്കളക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നതിലുപരിയായ ശക്തിയും നമുക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഒരാൾ നമ്മുടെ മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി മുമ്പ് കൂട്ടി അവിടെ പ്രവേശിച്ചിട്ടുണ്ട്. താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവരെ അവൻ പൂർണ്ണമായി രക്ഷിക്കും എന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ പുനരുത്ഥാനം നമ്മളെ പൂർണ്ണമായി രക്ഷിക്കും. 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലുണ്ട്, സദാ ജീവിക്കുന്നവനാകിയാൽ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹി വിൽ സേവ് us to the uttermost. ഒരു വാക്യം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം, കാരണം അതൊക്കെ സമയം ഒരുപാട് എടുക്കും. റോമാലേഖനം 5-ാം അധ്യായം എടുത്ത് ആ ഒരു ഭാഗം മാത്രം ഞാൻ അതോട് ചേർത്തൊന്ന് പറയാം, കാരണം ആനന്ദം കൊണ്ട് ഹൃദയം നിറഞ്ഞ ഒരു ഭാഗമാണ്. റോമാലേഖനം 5-ാം അധ്യായം എടുക്കുമ്പോൾ അതിൻ്റെ 6 തൊട്ടുള്ള വാക്യം, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തു നാം ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരനശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. മുമ്പേ നമ്മൾ ആരായിരുന്നു? ബലഹീനരായിരുന്നു, ശക്തിയില്ല, നമ്മൾ അനീതിയുള്ളവരായിരുന്നു. വീണ്ടും നമ്മൾ വായിക്കുന്നു 8-ാം വാക്യത്തിൽ, നമ്മൾ പാപികളായിരുന്നു. തീർന്നില്ലേ? നാം ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു. ഒരു കാരണവശാലും ഒരു ദയം നമ്മളോട് കാണിപ്പാൻ ഒരു അവകാശവും നമുക്കില്ല. അവൻ്റെ ശത്രുക്കള്, പാപികള്, നമ്മൾ അനീതിയുള്ളവര്, ദൈവത്തോട് ഒരു കരുണയ്ക്കും അപേക്ഷിപ്പാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെയുള്ള നമ്മളെ പുത്രൻ്റെ മരണത്താൽ നിരപ്പിച്ചു. അങ്ങനെയുള്ള നമ്മളെ നിരപ്പിച്ചു ദൈവം. അങ്ങനെ നിരപ്പിച്ചു. ഇന്ന് നമ്മൾ ആരാ? ഇന്ന് ശത്രുക്കളല്ല, നിരപ്പ് പ്രാപിച്ചു. ദൈവം അങ്ങനെ നമ്മളെ നിരപ്പിക്കാൻ ഉപയോഗിച്ചത് എന്താണ്? പുത്രൻ്റെ മരണമാണ്. പുത്രൻ്റെ മരണത്താൽ ദൈവം അത് സാധിപ്പിച്ച് തന്നു എങ്കിൽ പൗലോസ് ചോദിക്കുകയാണ്, ഇന്ന് അവൻ ജീവിക്കുകയാണ്. അവൻ്റെ പുനരുത്ഥാന ജീവിതമാണ്. ഈ പുനരുത്ഥാന ജീവിതം മൂലം എത്രയധികമായി രക്ഷിക്കപ്പെടും? ഇംഗ്ലീഷ് വായിച്ചാൽ ഹൗ മച്ച് മോർ ഷാൽ വി ബി സേവ്ഡ്. ദൈവം നമ്മളെ ഇന്ന്, നമ്മൾ ഓർക്കണം, ചെയ്യുവാൻ അസാധ്യമായതൊന്ന് സാധിപ്പിച്ചു. ശത്രുക്കളെ, പാപികളെ, ബലഹീനരെ, ദൈവത്തോടെ മുമ്പിൽ അനീതി പ്രവർത്തിച്ചവരെ ദൈവം ഈ വിധത്തിൽ പുത്രന്റെ മരണത്താൽ നിരപ്പിച്ച് എങ്കിൽ ഇന്ന് നിരന്ന് കഴിഞ്ഞു. നമ്മൾ നിരന്ന് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. നമ്മളെ ആ വിധത്തിൽ നിരപ്പിക്കാൻ ദൈവം തൻ്റെ പുത്രൻ്റെ മരണം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് അവൻ്റെ പുനരുത്ഥാന ജീവിതം പൗലോസ് ചോദിക്കുക, എത്രയധികമായി നമ്മൾ രക്ഷിക്കപ്പെടും? കർത്താവിൻ്റെ പുനരുത്ഥാനം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഒരു ഭാഗ്യം. ഈ പുനരുത്ഥാനം നമ്മൾ കണ്ടു, ശിഷ്യന്മാർക്ക് സന്തോഷം കൊടുത്തു. നമ്മൾ ഓർക്കണം, ഇത് വിശ്വസിക്കണം, ഇത് നമ്മൾ ഏറ്റുപറയണം. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യാം എന്ന് ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യയിലുള്ള ചിലരൊക്കെ ഇത് സംശയിച്ചു. നോക്കിക്കേ, 1 കൊരിന്ത്യർ 15-ാം അധ്യായമാണ് പുനരുത്ഥാന അധ്യായം എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 13 സ്നേഹത്തിൻ്റെ അധ്യായം, 1 കൊരിന്ത്യർ 15 പുനരുത്ഥാനത്തിൻ്റെ അധ്യായം. ഈ പുനരുത്ഥാനത്തിൻ്റെ അധ്യായത്തിൽ അതിൻ്റെ 12-ാം വാക്യം, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? കൊരിന്ത്യയിലുള്ള ചിലർ പറയാൻ തുടങ്ങി പുനരുത്ഥാനം ഇല്ലെന്ന്. ഞാൻ പറഞ്ഞു, നോസ്റ്റിക് ചിന്താഗതികളെ ആസ്പദമാക്കി അവർ പറഞ്ഞതാണ്. ഈ ശരീരമൊന്നും ഇനി തിരിച്ചു വരത്തില്ല. ശരീരം പാപമാണ്,
ശരീരം വളരെ മോശമാണ്, ശരീരം ഒരിക്കലും അങ്ങനെ എഴുന്നേറ്റ് വരില്ല എന്ന് നോസ്റ്റിക് ചിന്താഗതിയിൽ പറഞ്ഞതുകൊണ്ട് കൊരിന്ത്യരിൽ ചിലർ അതിൽ ആകൃഷ്ടരായി. നിങ്ങളിൽ ചിലർ പറയുന്നു നിങ്ങളിൽ ചിലർ പറയുന്നു മരിച്ചവരുടെ അവസ്ഥയ്ക്ക് പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നു. പൗലോസ് പുനരുത്ഥാനം ഉണ്ട് എന്നുള്ളത് തെളിയിച്ചത് എങ്ങനെയാണെന്നറിയാം? 2 കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, പൗലോസ് ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ കേട്ട സുവിശേഷം എങ്ങനെയാണ്? 4:15 ചോദിക്കേ, മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് ഞങ്ങളാണ്. പൗലോസ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, പിതാക്കന്മാർ ഗുരുക്കന്മാർ നിങ്ങൾക്ക് ഏറെയുണ്ടെങ്കിലും നിങ്ങൾക്ക് പിതാക്കന്മാർ ഏറെയില്ല. ഞാനാണ് സുവിശേഷം മൂലം നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത്. എന്നിട്ട് പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങളെങ്ങനെ ആ സുവിശേഷം കേട്ട്? ആ സുവിശേഷം കേട്ടപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ വിശ്വസിച്ചല്ലേ? പിന്നെ നിങ്ങൾ ഇപ്പോഴെങ്ങനെ ഇതില്ലെന്ന് പറയുന്നത്? രണ്ടാമത് പൗലോസ് ഒരു കാര്യം ഇവിടെ പറയുന്നത്, അതിൻ്റെ 5 തൊട്ട് 8 വരെ നമ്മൾ വായിച്ചു നോക്കിയാൽ, ആ 15-ാം അധ്യായത്തിൻ്റെ 5 തൊട്ട് 8 വരെ വായിച്ചാൽ ഒരു നീണ്ട പട്ടിക, സാക്ഷികളുടെ പട്ടിക എടുത്ത് വെക്കുക. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം ഞാനൊന്ന് പറയട്ടെ. രണ്ടാം ലോകയുദ്ധ കാലത്ത് ഏതാണ്ട് 60 ലക്ഷം യഹൂദനെ കൊന്നു ഹിറ്റ്ലർ. നാസികൾ 60 ലക്ഷം യഹൂദനെ കൊന്നു. അതിന് പറയുന്നത് ഹോളോകോസ്റ്റ് എന്ന് പറയും. അതിൻ്റെ ഫലമായിട്ടാണ് 1948 ലോകരാജ്യങ്ങളുടെ അനുകമ്പ കൊണ്ടാണ് യഹൂദന് രാജ്യം കൊടുക്കണമെന്ന് UN തീരുമാനവും ആ വോട്ടിങ്ങും ഒക്കെ വന്ന് ഈവൻ റഷ്യയും അമേരിക്കയും എല്ലാം വോട്ട് ചെയ്തു ഇസ്രയേലിന് രാജ്യം കൊടുക്കണം 48. അതിൻ്റെ ഒരു കാരണം ഈ കാരണമാണ്. ഇവരെ ഇത്രയും അധികം കൊന്നു, ഇനി ഇവരെ ഇങ്ങനെ കൊല്ലല്ലേ, ഇവർക്കൊരു രാജ്യം വേണം. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞു. 48 ഇവർ രാജ്യമായി കഴിഞ്ഞ് പിന്നീട് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു ഇത് വെറുതെയാണ്, ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ഒന്നും നടന്നിട്ടില്ല, 60 ലക്ഷം യഹൂദനെ ഒന്നും കൊന്നിട്ടില്ല, ഇത് വെറുതെ പറയുന്നതാണ്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റപ്പോൾ ഇസ്രയേലിൽ 1981 അടുത്ത കാലത്താണ്, 81 യെരുശലേമിൽ 4 ദിവസത്തെ ഒരു മീറ്റിംഗ് നടന്നു. ആ മീറ്റിംഗ് ആരാ നടത്തിയെന്നറിയാമോ? ഈ ഹോളോകോസ്റ്റ് സർവൈവ് ചെയ്തവർ, അതായത് ഈ ഹിറ്റ്ലർ കൊന്നൊടുക്കിയപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട 10,000 പേര്, അന്ന് ഹോളോകോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട 10,000 പേര് 4 ദിവസം യെരുശലേമിൽ കൂടി. യെരുശലേമിൽ കൂടിയിട്ട് ചിലരൊക്കെ എഴുന്നേറ്റ് പറഞ്ഞത് ഞാൻ വായിച്ചു. ഈ കരങ്ങൾ നീട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈ കരങ്ങൾ കൊണ്ട് എത്രയോ പേരെ കുഴിച്ചിട്ടു. നിങ്ങളിൽ ചിലരൊക്കെ നിങ്ങളിത് നടന്നിട്ടില്ലെന്ന് പറയുമ്പോൾ ഞങ്ങൾ സാക്ഷികളാണ്. ഒന്നാലോചിച്ച്, 10,000 സാക്ഷികൾ ഒന്നിച്ച് നിന്ന് ഹോളോകോസ്റ്റ് നടന്നുവെന്ന് സാക്ഷിക്കുമ്പോൾ ആർക്ക് നിഷേധിക്കാൻ കഴിയും? അവർ ജീവിച്ചിരിക്കുന്നു. 81 10,000 പേര്. നമ്മൾ തിരുവചനത്തിൽ ആവർത്തനം 19:15 വായിക്കുമ്പോൾ 2 പേരുടെ വാമൊഴി കൊണ്ട് ഏത് കാര്യവും ഉറപ്പാക്കണം എന്ന് വചനം പറഞ്ഞു. ഒരു കാര്യം നടപ്പാക്കണമെങ്കിൽ 2 സാക്ഷികൾ വേണം. ആവർത്തനം 19:15 ഇവിടെ പൗലോസ് ഒരു കൂട്ടം ആളുകളെ അങ്ങ് നിരത്തി വെച്ചു. എന്താ നിരത്തി വെച്ചത്? അതായത് ഈ പുനരുത്ഥാനം, കർത്താവിൻ്റെ പുനരുത്ഥാനം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല കൊരിന്ത്യ സഭ ഉണ്ടായത്. കൊരിന്ത്യ സഭ, പൗലോസ് ഈ കൊരിന്ത്യ ലേഖനം എഴുതുന്നത് ഏതാണ്ട് AD 56 എഫെസോസിൽ നിന്ന് എഴുതുക. അന്നേരം ഈ കൊരിന്ത്യ സഭയുണ്ട് 4-5 വർഷമേ ആയിട്ടുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യമുള്ള കണ്ട ഒരു കൂട്ടം ആളുകൾ അന്നും ജീവിച്ചിരിപ്പുണ്ട്. ഈ കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ട്. ആ സാക്ഷികളുടെ നീണ്ട ഒരു പട്ടിക പൗലോസ് എഴുതി വെച്ചു. നമ്മൾ വായിക്കുന്നുണ്ട് 39-ാം വാക്യത്തിൽ, 15-ന്റെ 39-ാം വാക്യത്തിൽ, ഞങ്ങൾ സാക്ഷികളാണ്.
അപ്പോസ്തലപ്രവൃത്തി 10:39 ഞങ്ങൾ സാക്ഷികളാണ്. ഈ സാക്ഷികളെന്ന് പറയുമ്പോൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം നോക്കിക്കാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 39 തൊട്ട് വായിച്ചാൽ, ഞങ്ങൾ യഹൂദ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിലും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനായി എന്നുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികൾ ആയ അവർ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചരുവാൻ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനായി. കർത്താവിൻ്റെ മരണ പുനരുത്ഥാന ശേഷം എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടില്ല. അവിശ്വാസികൾ കണ്ടിട്ടില്ല. ഒരു കൂട്ടം ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. ദൈവം അങ്ങനെ ക്രമീകരിച്ചവരെ കുറിച്ച് പറയാണ്. ദൈവം മുമ്പ് കൂട്ടി ക്രമീകരിച്ചവരാണ് ഈ സാക്ഷികൾ. ഞങ്ങൾ കണ്ടതാണ് ഈ കർത്താവിനെ പുനരുത്ഥാന ശേഷം. പൗലോസ് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ആദ്യം കേഫാവിന് പ്രത്യക്ഷപ്പെട്ടു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ 500 പേർക്ക് ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടു. അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടു. ഒടുവിൽ എനിക്കും പ്രത്യക്ഷപ്പെട്ടു. അത്രയും സാക്ഷികൾ എപ്പോഴും ജീവിച്ചിരിക്കുക. കൊരിന്ത്യരോട് ചോദിക്കുക, പിന്നെ ഈ സാക്ഷികളെല്ലാം ഉണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ തിരസ്കരിക്കുന്നത്? ഹോളോകോസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ 10,000 പേര് ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിച്ചു ഉണ്ട്. ഞങ്ങൾ സാക്ഷികളാണെന്ന് പറഞ്ഞു. 2 പേര് മതി ഒരു കാര്യം ഉറപ്പിക്കാൻ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ. അവൻ കർത്താവ് പുനരുത്ഥാനം പ്രാപിച്ചു എന്ന് കൊരിന്ത്യർക്ക് പൗലോസ് വളരെ വ്യക്തമായി അത് വെളിപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവർ സംശയിച്ചു. അവരുടെ സംശയത്തിൻ്റെ കാരണം അങ്ങനെയാണെങ്കിൽ ഏത് വിധമായ ശരീരത്തോടെയൊക്കെയാണ് എഴുന്നേറ്റ് വരുന്നത്? കഴിഞ്ഞ ആഴ്ച നമ്മളത് പഠിച്ചതുകൊണ്ട് നമുക്ക് അത് വീണ്ടും ശ്രദ്ധിക്കാൻ സമയമില്ല. ശരീരത്തിൻ്റെ പൗലോസ് ഈ പുനരുത്ഥാനം പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിയത് കൊണ്ട് പൗലോസ് തന്നെ പറയുന്നത് എന്താ? ഒരു വിത്ത് വിതയ്ക്കുന്ന പോലെയാണ്. ആ വിത്ത് ചാകണം. ഗോതമ്പുമണി നിലത്ത് വീണ് ചാകണം. മരണമില്ലാതെ പുനരുത്ഥാനമില്ല. മരിച്ചു കഴിഞ്ഞാൽ ആ വിത്തിൽ നിന്ന് ഒരു ചെടി കിളുത്തു വരും. ആ വിത്തല്ല കിളുക്കുന്നത്. ആ വിത്തിൽ നിന്നൊരു ചെടി കിളുത്തു വരും. പക്ഷേ ഇറ്റ് ഈസ് എ കണ്ടിന്യൂവേഷൻ. എന്നാൽ കണ്ടിന്യൂവേഷൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് ദ സെയിം. ഇതാണ് പുനരുത്ഥാനം. പുനരുത്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യനെ പൊടിയെല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടി ഒന്നാക്കി തീർക്കുന്നതല്ല പുനരുത്ഥാനം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പുനരുത്ഥാന ശരീരത്തിൽ മഹത്വമുണ്ടാകില്ല. നമ്മളെ കണ്ടിന്യൂറ്റി ഉണ്ട്. നമുക്ക് തുടർമാനമായി ആ വിത്തിൽ നിന്നൊരു ചെടി കിളുത്തു വരുന്ന പോലെ നമ്മളിൽ നിന്ന് ആ ജീവൻ പുറത്തു വരും. പക്ഷേ ഇറ്റ് വിൽ ബി ബെറ്റർ. കുറച്ചുകൂടെ നല്ല ഒരു ചെടിയായിരിക്കും കിളുക്കുന്നത്. ദർ ഈസ് എ ഡിസൊല്യൂഷൻ. അവിടെ ഒന്ന് അഴുകിപ്പോകുന്നുണ്ട്. അതിൽ നിന്നൊരു ജീവൻ തുടർന്നു വരുന്നുണ്ട്. പുനരുത്ഥാനത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. അതുകൊണ്ടാണ് വിശ്വാസികളായി നമ്മൾ കഴിയുന്നതും ബോഡി ദഹിപ്പിക്കാൻ കൊടുക്കില്ല. ശരീരം കുഴിച്ചിടുന്നതിൻ്റെ കാരണമതാ. വിത്ത് വിതയ്ക്കുന്ന പോലെ നിലത്ത് ഇടുകയാണ്. കിളുത്തു വരും, മടങ്ങി വരും, എഴുന്നേറ്റ് വരും, മണ്ണിൽ നിന്ന് മടങ്ങി വരുമെന്നുള്ള ആ വിശ്വാസമാണ് നമ്മളെ ഈ കുഴിച്ചിടാൻ ഇടയാക്കുന്നത്. ഞാൻ ഒരു കാര്യം മാത്രമൊന്ന് പറഞ്ഞിട്ട് നിർത്തട്ടെ. ഈ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അതിൻ്റെ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പുനരുത്ഥാനത്തിൻ്റെ ഉറപ്പ് തരുന്ന ഒരു കാര്യം. 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം. ആരാ അച്ചാരം തന്നത്? ദൈവം. ഏണസ്റ്റ് എന്നാണ് അഡ്വാൻസ്. നമ്മളൊരു വസ്തു മേടിക്കുമ്പോൾ കൊടുക്കുന്ന പണത്തിൻ്റെ പേരാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരു വസ്തു പറഞ്ഞു, ഞാനും അയാളുമായിട്ട് ഡീൽ ഉറപ്പിച്ചു, ഞാൻ മേടിച്ചോളാം, എന്നാൽ അഡ്വാൻസ് പിടിച്ചു. ആ അഡ്വാൻസ് കൊടുക്കുന്ന പണത്തിൻ്റെ പേരാണ് ഏണസ്റ്റ് മണി. ഇവിടെ ഏണസ്റ്റ് മണി ആരാ കൊടുത്തേക്കുന്നത്? ദൈവമാ കൊടുത്തേ. എന്തുമാണ് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത്? ആത്മാവിനെ.
പരിശുദ്ധാത്മാവിനെ. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ആദ്യദാനമായി ആത്മാവിനെ കൊടുത്തു. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് ഈ ശരീരം കൂടെ വീണ്ടെടുക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പാണ്. സ്തോത്രം, വണ്ടർഫുൾ. ഈ ശരീരം വീണ്ടെടുക്കും. ഈ ശരീരം വീണ്ടെടുക്കുമെന്നുള്ളതിൻ്റെ അഡ്വാൻസ് ദൈവം തന്നിരിക്കുകയാണ് ആത്മാവിനെ നമുക്ക് നൽകിയപ്പോൾ. വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് ശരീരം കൂടെ തിരിച്ചു വരുമ്പോഴാണ്. നമ്മുടെ ദേഹവും ദേഹിയും മാത്രമല്ല, ഈ ശരീരം കർത്താവിനുള്ളതാണെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നു. അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചതാണ്. ഈ ശരീരവും കർത്താവിനുള്ളതാണ്. ശരീരത്തിന് വിലയുണ്ട്, അല്ലെങ്കിൽ കർത്താവ് ശരീരം എടുക്കത്തില്ലായിരുന്നു. ആത്മാവിൻ്റെ വാസസ്ഥലമാക്കി തീർത്തു ഈ ശരീരത്തെ. ശരീരം വിലയുള്ളതാണ്. ഈ ശരീരം വീണ്ടെടുക്കും. അതിൻ്റെ ഉറപ്പാണ് നമ്മളിൽ ഉള്ളിൽ നൽകിയ പരിശുദ്ധാത്മാവ്. ഞാൻ ഓർപ്പിക്കട്ടെ, നാം ഇങ്ങനെ പുനരുത്ഥാനം പ്രാപിച്ച ശേഷം, ആരോ എന്നോട് ചോദിച്ചു, രക്തമുണ്ടായിരിക്കുമോ? ഇല്ല, രക്തമില്ല. നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാന ശേഷം കർത്താവ് പറയുന്നുണ്ട്, ഭൂതത്തിന് എനിക്കുള്ളതുപോലെ ഭൂതങ്ങൾക്ക് അസ്ഥിയും മാംസവുമില്ല. അസ്ഥിയുണ്ട്, മാംസമുണ്ട്. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൽ ഇന്ന് ജീവൻ കുടികൊള്ളുന്നത് രക്തത്തിലാണ്. ആ രക്തം മരണത്തോടുള്ള ബന്ധത്തിൽ ഒരു പുതിയ ജീവിതം വരും. റോമലേഖനം 6-ാം അധ്യായം നോക്കിയേ. ആരോ സൗരിമാർ എന്നോട് ചോദിച്ചു, അന്ന് രക്തമില്ലേ, പിന്നെ എങ്ങനെയാണ് ജീവൻ കുടിയുള്ളത്? റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. എന്തിനാ സ്നാനപ്പെടുന്നതെന്ന് ചോദിക്കുന്നതിൻ്റെ മറുപടിയാണിത്. അവിടെ പറയുന്നുണ്ട്, ക്രിസ്തു മരിച്ചിട്ട്, 4-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. ഇംഗ്ലീഷിൽ നിന്ന് വായിച്ചു നോക്കി. ഇംഗ്ലീഷിൽ വായിച്ചാൽ യേശുക്രിസ്തു മരിച്ചിട്ട് പുനരുത്ഥാനം പ്രാപിച്ചു. ആ പുനരുത്ഥാനം പ്രാപിച്ചതിന് പറയുന്നത് എ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ് എന്നാണ്. എ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ്. ലോകം അന്നുവരെ അങ്ങനെ കണ്ടിട്ടുള്ളൊരു ജീവൻ. രക്തത്തിൽ ജീവനുള്ളതാണ് കണ്ടിട്ടുള്ളത്. ജീവിച്ചിരിക്കുന്നവരുടെ എല്ലാം ജീവൻ രക്തത്തിലാണ്. എന്നാൽ പുനരുത്ഥാനം പ്രാപിച്ച കർത്താവിൽ രക്തമില്ല. എ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പം പുനരുത്ഥാനം പ്രാപിക്കുന്ന ശരീരത്തിൽ രക്തമില്ല. എന്നാൽ ശരീരമുണ്ട്, മാംസമുണ്ട്, അസ്ഥികളുണ്ട്. നമ്മുടെ കർത്താവ് കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് അവരോട് ചോദിച്ചത് മനഃപൂർവ്വം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയായിരിക്കാം. കർത്താവിന് പുനരുത്ഥാന ശരീരത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെ വിശക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ നമ്മളെ മനസ്സിലാക്കി തരാനായിരിക്കും. അവൻ വറുത്ത ഒരു കഷ്ണം മീനും തേൻകട്ടയും മേടിച്ച് തിന്നു. 2, അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളോടൊത്ത് സ്വർഗരാജ്യത്തിൽ നിങ്ങളോടൊത്ത് മുന്തിരിവള്ളിയുടെ അനുഭവം ഞാൻ കുടിക്കും വരെ ഇനി കുടിക്കില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ അത് കുടിക്കും. വീണ്ടും നമ്മൾ ഓർക്കണം, മന്ന കൊടുത്തു. ഞാൻ ഈ വാക്യങ്ങളൊന്നും എടുക്കാതെ പറയുക. മന്ന തിരുവചനത്തിൽ വായിക്കുന്നു, ദൂതന്മാരുടെ ആഹാരമായിരുന്നു. അപ്പോൾ സ്വർഗത്തിലുണ്ടല്ലോ, അത് സ്വർഗത്തിലുണ്ടല്ലോ. സ്വർഗത്തിൽ മന്ന ദൂതന്മാരുടെ ആഹാരമാണ്. അവിടെ വീഞ്ഞ് കർത്താവ് സ്വർഗരാജ്യത്തിൽ കുടിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ കർത്താവ് ഭക്ഷിച്ച് കാണിച്ചു. അപ്പോൾ പുനരുത്ഥാന ശരീരത്തിൽ ഭക്ഷണം കഴിക്കാം. ജയിക്കുന്നവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് പ്രായം ചെല്ലുന്നവർ ഫുഡ് എൻജോയ് ചെയ്യത്തില്ല. ഈ ടേസ്റ്റ് ബഡ്സൊക്കെ കുറയാം. കൊച്ചു പിള്ളേരായിരിക്കുമ്പം പല്ലിമുട്ടായും നാരങ്ങ മുട്ടായും ഒക്കെ എന്തോ രുചിയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം പല്ലിമുട്ടായും നാരങ്ങ മുട്ടായൊക്കെ മേടിച്ചതിനും 5 പൈസയുടെയും 10 പൈസയുടെയും ഭയങ്കര രുചിയാണ്. ഇപ്പം നാരങ്ങ മുട്ടായി വല്ലതും തിന്നിട്ട് വല്ല രുചിയുണ്ടോ? ഈ ടേസ്റ്റ് ബഡ്സൊക്കെ പോയി. പ്രായം ചെല്ലും തോറും ഈ ടേസ്റ്റ് ബഡ്സ് അങ്ങ് കുറയുക. പ്രായം ചെല്ലുന്നവർ പറയത്തില്ലേ, ഒരു രുചിയില്ല. അത് കൂട്ടാൻ്റെ രുചി ഇല്ലാത്തതുകൊണ്ടല്ല, ആ വായിലെ ടേസ്റ്റ് ബഡ്സ് പോയി. ഞാൻ വിശ്വസിക്കുന്നു പുനരുത്ഥാനത്തിൽ നമ്മുടെ ടേസ്റ്റ് ബഡ്സും ഒക്കെ അതിൻ്റെ ഫുൾ ഫങ്ഷനിൽ വരും. സ്വർഗത്തിൻ്റെ ഭക്ഷണങ്ങൾ ആസ്വദിപ്പാൻ
ആ പുനരുത്ഥാന ശരീരത്തിൽ നമുക്ക് സാധിക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവിൻ്റെ പുനരുത്ഥാന ശരീരം 40 ദിവസം അവൻ പുനരുത്ഥാനം പ്രാപിച്ചിട്ട് ഈ ഭൂമിയിലുണ്ടായിരുന്നു. അന്ന് ഇവിടെ നിന്ന് ഗലീലയിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു ശിഷ്യന്മാരോട്. അവർ പറഞ്ഞു തരുന്നതിന് മുമ്പ് കർത്താവ് അവിടെ ചെന്നു. അടച്ചിരിക്കുന്ന മുറികളിൽ അകത്ത് കിടക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ എങ്ങനെ കഴിയുമെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, നാം അവനെ കാണുമ്പോൾ അവനെ പോലെയായി മാറും. അവനെ പോലെ ആകും. അവനെ പോലെ ആകുമ്പോൾ നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു ഇവിടെ നിന്നിപ്പം റാന്നിക്ക് പോകണം, കാറൊന്നും പിടിച്ച് പോകണ്ട, പോകണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്നിരിക്കും. ദാറ്റ് ഈസ് റിസറക്ഷൻ ബോഡി. ഗലീലയിലോട്ട് പോകാൻ പറഞ്ഞു. അവിടെ വെച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ കാണും. കർത്താവ് ഇവിടെ നിന്ന് യെരുശലേമിൽ നിന്ന് ഗലീലയിൽ ചെല്ലാനായിട്ട് സമയമൊന്നും വേണ്ടി വന്നില്ല. അടച്ചിട്ടിരുന്ന മുറിക്കുള്ളിൽ അവൻ കടന്നു ചെന്നു, വാതിലൊന്നും തുറന്നില്ല. പുനരുത്ഥാന ശരീരം നമുക്ക് ഇമാജിൻ ചെയ്യാൻ ഒക്കില്ല. ഒന്ന് നമുക്കറിയാം, ഈ 40 ദിവസം കർത്താവ് പുനരുത്ഥാനം പ്രാപിച്ചിട്ട് ഈ ലോകത്തിലുണ്ടായിരുന്നു. അത് നമ്മുടെ പുനരുത്ഥാന ശരീരത്തിൻ്റെ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. കർത്താവിനെ അരിമത്യയിലെ യോസേഫ് നിക്കോദിമോസും കൂടെ ആ ശരീരം ചോദിച്ച് മേടിച്ച് കല്ലറയിൽ കൊണ്ടുവന്ന് അടക്കി. അതേ ശരീരം കല്ലറയിൽ നിന്ന് പുറത്തു വന്നത്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ തൊട്ടു നോക്ക്, ഞാൻ തന്നെയാണിത്. ആ 33.5 വർഷം നിങ്ങളോട് കൂടെ ജീവിച്ച ഞാൻ തന്നെയാണിത്, എന്നെ ഒന്ന് തൊട്ടു നോക്കാനായിട്ട് പറഞ്ഞു. സഹോദരന്മാരെ, നമ്മുടെ വ്യക്തിത്വം മാറത്തില്ല. ഞാൻ ഓർപ്പിച്ചു, അതായത് ജീവൻ അതായത് എല്ലാ ജീവജാലങ്ങൾക്കും, അത് ശാസ്ത്രലോകം പറയുന്ന, ഞാൻ ശാസ്ത്രജ്ഞനൊന്നും അല്ല, വായിച്ച് മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ. അവർ പറയുന്നു, ഈ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്, അതായത് കോഴി, പട്ടി, ആട്, ഇതൊക്കെ ഉണ്ടല്ലോ, എല്ലാ ജീവജാലങ്ങളും അമീനോ ആസിഡ് എന്ന് പറയുന്ന ബിൽഡിംഗ് ബ്ലോക്സിലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. അതിന് ബയോളജിക്കൽ കോഡ് എന്ന് പറയും. ബിൽഡിംഗ് ബ്ലോക്സിലാണ് പണിതിരിക്കുന്നത്. ഈ അമീനോ ആസിഡ് ഒരു പ്രത്യേക പാറ്റേൺ. ഉദാഹരണമായിട്ട് ഞാൻ ഓർപ്പിച്ചു, ചിക്കൻ ഇവിടെ കഴിച്ചു, ഞാൻ അമേരിക്കയിൽ ചെന്ന് ചിക്കൻ കഴിച്ചു, ഞാൻ ഓസ്ട്രേലിയ പോയി ചിക്കൻ കഴിച്ചു, ബഹ്റിനിൽ പോയി ചിക്കൻ കഴിച്ചു. എവിടെ ചെന്ന് ചിക്കൻ കഴിച്ചാലും ചിക്കൻ്റെ രുചി ഒരുപോലെ. അതെന്താ അവിടുത്തെ ചിക്കന് വ്യത്യാസമില്ലാത്ത? എല്ലാ ചിക്കനും അമീനോ ആസിഡ് ഒരു പ്രത്യേക ബ്ലോക്കിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാറത്തില്ല. ഓരോ ഇറച്ചി, ഞാൻ കങ്കാരുവിൻ്റെ ഇറച്ചി തിന്നിട്ടുണ്ട്, അധികം തിന്നിട്ടില്ല, ഒന്ന് ടേസ്റ്റ് ചെയ്താൽ അതിൻ്റെ രുചി വേറെയാണ്. പശുവിൻ്റെ, അതായത് മട്ടൻ്റെ വേറെ രുചിയാണ്. ഈ മാംസങ്ങളുടെ ഒക്കെ വ്യത്യസ്തമായിരിക്കുന്നതിൻ്റെ കാരണം അത് പ്രത്യേക പാറ്റേൺ ഓഫ് അമീനോ ആസിഡ്സിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ശരീരം, ദർ ഇസ് എ ബിൽഡിംഗ് ബ്ലോക്ക്. നമുക്ക് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ട്. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട്. ഇത് നശിക്കത്തില്ല, ഇത് നിലനിൽക്കും. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പുനരുത്ഥാന ശേഷം പറഞ്ഞു, ഇത് ഞാൻ തന്നെയാണ്. 33.5 വർഷം അവരുടെ കൂടെ നടന്ന കർത്താവ് തന്നെയാണ് കല്ലറയിൽ നിന്ന് പുറത്തു വന്ന കർത്താവ്. ഞാൻ പുനരുത്ഥാനം പ്രാപിച്ചിട്ട് പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇറ്റ് വിൽ ബി മൈസെൽഫ്. എൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടില്ല. എൻ്റെ വ്യക്തിത്വം അവിടെ ഉണ്ടായിരിക്കും. ഞാൻ തന്നെ ആയിരിക്കും. എൻ്റെ അമ്മയായിട്ട് ഞാൻ കാണും. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിലായിട്ട് എടുക്കാം. ഇത് സ്വർഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ പേര് എഴുതിയിട്ടുണ്ട് സ്വർഗത്തെ. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കാൽ സന്തോഷിക്കാൻ പറഞ്ഞു. എൻ്റെ പേരിൽ ഞാൻ അല്ലെങ്കിൽ പിന്നെ എന്തുവാ എൻ്റെ പേരിൻ്റെ അർത്ഥം? എൻ്റെ ആടുകളെ ഞാൻ പേര് ചൊല്ലി വിളിക്കും. കർത്താവിന് നമ്മളെ അറിയാം. നമ്മുടെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും, വേറെ ആളുകളല്ല അവിടെ ചെല്ലുന്നത്. ഇത് ചൂണ്ടിക്കാണിക്കുന്നു നമ്മുടെ വ്യക്തിത്വം നിലനിൽക്കും. നമ്മുടെ വ്യക്തിത്വം നിലനിൽക്കും. ഈ ജീവിതത്തിൽ ഒരുപാട് കുറവുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നു, കറയും കളങ്കവും അത് മാറ്റും. അതൊക്കെ കർത്താവ് മാറ്റും. കറയും കളങ്കവും മാറ്റിയിട്ടാണ് നമ്മളെ ശുദ്ധീകരിച്ചിട്ട് തനിക്ക് വേണ്ടി മുൻനിർത്തുന്നത്. പുനരുത്ഥാനം ഞാനിവിടെ നിർത്തട്ടെ.
മുന്നോട്ട് പോകും. പിന്നെയും നമുക്ക് വേണേ ഒരാഴ്ച കൂടെ ചിന്തിക്കാം. പക്ഷേ ഞാൻ കഴിയുന്നതും പറഞ്ഞു, ഈ സ്വർഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഇച്ചിരൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കും. അന്നേരം ഞാൻ ആ ഭാഗം ഒന്നുകൂടെ സംശയമുള്ളതൂടെ ദൂരീകരിച്ച് തരാനായിട്ട് സാധിക്കാം. എന്നാൽ നമ്മൾ പലരും എല്ലാവരും ചിന്തിക്കുന്നില്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ക്രിസ്തീയ കോളത്തിലെ പൊതുവിലുള്ളൊരു ചിന്ത, ഒരു ജനറൽ റിസറക്ഷൻ, അതായത് മൊത്തത്തിൽ ആളുകൾ പുനരുത്ഥാനം പ്രാപിച്ച് വിശുദ്ധന്മാരെ സ്വർഗത്തിൽ കൊണ്ടുവന്നു, പാപികളെയെല്ലാം നരകത്തിലോട്ട് കളയുന്നു. അങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത്. അല്ല എന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നോക്കിക്കോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, അവിടെ കർത്താവ് പഠിപ്പിച്ചു 2 വിധമായ പുനരുത്ഥാനം ഉണ്ടെന്ന് കർത്താവ് പഠിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, 2 kinds of resurrection. 5:28-29 കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായിട്ടും. റിസറക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് റിസറക്ഷൻ ഓഫ് കണ്ടംനേഷൻ. ജീവനായിട്ടുള്ള പുനരുത്ഥാനം, പിന്നീട് ന്യായവിധിക്കായിട്ടുള്ള പുനരുത്ഥാനം. ഈ പുനരുത്ഥാനങ്ങൾ തമ്മിൽ 1000 വർഷം അന്തരമുണ്ട്. നമ്മളതാ ചിന്തിച്ചത്. ഈ നന്മ ചെയ്തവരുടെ പുനരുത്ഥാനം 1000 വർഷം തുടങ്ങുന്നതിന് മുമ്പും തിന്മ ചെയ്തവരുടെ പുനരുത്ഥാനം 1000 വർഷം കഴിഞ്ഞിട്ടുവാ. അപ്പം നന്മ ചെയ്യുന്നവരാണോ പുനരുത്ഥാനം പ്രാപിക്കുന്നത്? ഒരു സംശയമുണ്ടാകും. എന്താണ് ഈ നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ? ആ സംശയം ഞാനൊന്ന് പറയാം. പലരും ക്രിസ്ത്യ കോളത്തിലും ചിന്തിക്കുന്നത് നല്ലത് പ്രവർത്തിക്കുക. എന്താ പറഞ്ഞത്? നന്മ ചെയ്തവർ ജീവനായിട്ടാണെന്ന്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നോക്കിയേ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, അതിൻ്റെ 28-ാം വാക്യം, 28-29 വായിക്കാം. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പ്രവൃത്തിയാകട്ടോ. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. എന്താണ് നല്ല പ്രവൃത്തി? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അതാണ് നല്ല പ്രവൃത്തി. ഈ നന്മ ചെയ്തവരാണ് ജീവനായി പുനരുത്ഥാനം പ്രാപിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ് ആദ്യം പുനരുത്ഥാനം പ്രാപിക്കുന്നത്. അവരാണ് ഭാഗ്യവാന്മാർ, അവരാണ് വിശുദ്ധന്മാർ. അങ്ങനെ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കു വേണമെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കണം. അവർ രക്ഷിക്കപ്പെട്ടിരിക്കണം. ആ രക്ഷിക്കപ്പെട്ട ശേഷമാണ് പിന്നീട് തിന്മയ്ക്കായിട്ടുള്ള പുനരുത്ഥാനം. അത് പാപികളുടെ പുനരുത്ഥാനമാണ്. പാപികളുടെ പുനരുത്ഥാനമാണ്. 2 വിധമായി പുനരുത്ഥാനമുണ്ട്. പൗലോസ് തന്നെ പറയുന്നുണ്ട്. എനിക്ക് വേണേ ആ വാക്യം കൂടെ നോക്കാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം നോക്കിയാട്ടെ. വല്ല വിധത്തിലും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ളൊരു പുനരുത്ഥാനം വേണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതല്ലല്ലോ വാക്യം, ഫിലിപ്പി ലേഖനത്തിലാണ്. യെസ്, റൈറ്റ്. അവിടെ വായിക്കുന്നുണ്ട്, ഞാൻ വല്ല വിധത്തിലും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ളൊരു പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് സകലവും ചപ്പും ചവറുമായിട്ടുണ്ട്. മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനം, അതാണ് ഈ നല്ല പുനരുത്ഥാനം. അതാണ് 1-ാം പുനരുത്ഥാനം. അത് പ്രാപിപ്പാൻ പൗലോസ് ആഗ്രഹിച്ചു. സഹോദരന്മാരെ, ഞങ്ങളെ കേൾക്കുന്നവരോട് പറയട്ടെ, ഈ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുവേണം. നമ്മൾ പ്രത്യേകം ഓർക്കണം, ഈ പുനരുത്ഥാനം പ്രാപിച്ച് നമ്മൾ ഓർക്കണം, ഇനിയും നടക്കാൻ പോകുന്നത് ഇതാണ്. ഇനിയും നടക്കാൻ പോകുന്ന ആദ്യത്തെ ദൈവിക പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നടക്കാൻ അധിക സമയമൊന്നും ഇനിയും വേണ്ട. എല്ലാ ലക്ഷണങ്ങളും നമ്മളെ മനസ്സിലാക്കി തരുന്നു. ഈ കർത്താവ് വേഗം വരാറായി. കർത്താവ് വരുന്നത് തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവരെ പുനരുത്ഥാനം പ്രാപിക്കും. ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെട്ട് അവരോടൊത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതിൻ്റെ പേരാണ് ഉൽപ്രാപണം, റാപ്ചർ. എടുക്കപ്പെടും എന്നുള്ള വാക്ക് ലാറ്റിൻ വാക്ക് റാപ്റ്റോ എന്നാണ്. റാപ്റ്റോ, അതിൽ നിന്നാണ് റാപ്ചർ എന്നുള്ള വാക്ക് വന്നത്. എടുത്തുകൊള്ളപ്പെടും. അങ്ങനെ എടുത്തുകൊള്ളപ്പെടും. അത് പുതിയ നിയമസഭയാണെന്ന് നമ്മൾ കണ്ടു.
ഈ നമ്മൾ എടുത്തുകൊള്ളപ്പെട്ട ശേഷം ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നത് മഹോപദ്രവ കാലഘട്ടമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. വെളിപാട് പുസ്തകം എന്തിനാണ് 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ യോഹന്നാനോട് പറയുന്നുണ്ട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാം. 4-ാം അധ്യായത്തിൽ അവൻ എടുത്തുകൊള്ളപ്പെട്ടു സ്വർഗത്തിലോട്ട്. പിന്നീട് സഭയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. എവിടെ വരെയാ? 19-ാം അധ്യായം വരെ. ഈ 4-ാം അധ്യായം തുടങ്ങി 19-ാം അധ്യായത്തിൻ്റെ മധ്യഭാഗം വരെ മഹോപദ്രവ കാലഘട്ടമായി പറയുന്നേ. നമ്മളിവിടെ ഇല്ല, പിന്നെ എന്തിനാ ഇതെല്ലാം കൂടെ പറഞ്ഞേക്കുന്നത്? നമ്മളിവിടെ ഇല്ല, പിന്നെ എന്തിനാ ഇത്രയും ചാപ്റ്റർ എടുത്തത് പറഞ്ഞിരിക്കുന്നത്? മഹോപദ്രവ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കും? ദൈവം തൻ്റെ ക്രോധം ഭൂമിമേൽ ചൊരിയുന്ന കാലഘട്ടമാണ്. അത് സഹിച്ചു നിൽക്കാൻ ആർക്കും കഴിയില്ല. അവിടെ നിന്ന് രക്ഷപ്പെടണം. അതിനുവേണ്ടിയാണ് അത് വെളിപ്പെടുത്തിയത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമെന്നുണ്ടാകും എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഹാകഷ്ടം. ജെറമ്യാവ് 30:7 പറയുന്നുണ്ട്, ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം വലുതായ കഷ്ടം. അത് യാക്കോബിന് കഷ്ടകാലം, ഭയങ്കര കഷ്ടകാലം. നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ കുറഞ്ഞത് 7 വർഷം. എങ്ങനെ മനസ്സിലാക്കാം 7 വർഷം ഉണ്ടെന്ന്? ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം. ദാനിയേൽ 9-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി 70 ആഴ്ചവട്ടത്തെക്കുറിച്ചൊരു കണക്കുണ്ട്. അതിൽ 69 ആഴ്ചവട്ടം നിവർത്തിക്കപ്പെട്ടു. എനിക്കത് എടുക്കണമെന്ന് വളരെ ഇഷ്ടമാണ്. ഏതാണ്ട് മിക്കവാറും അവിടെയൊക്കെ കാണാതറിയാം. ഈ 69 ആഴ്ചവട്ടവും തികയ്ക്കൂ. 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. കർത്താവിൻ്റെ കുരിശ് മരണമാണ്. അത് കഴിഞ്ഞിട്ട് 70 വരേണ്ടത്. പക്ഷേ 70 വന്നിട്ടില്ല. യേശുക്രിസ്തുവിനെ കൊന്നുകളഞ്ഞു. പിന്നീട് ഒരാഴ്ചവട്ടം നടക്കേണ്ടത് മാറ്റിവെച്ചു. ആ ഒരാഴ്ചവട്ടം എന്നാ നടക്കുന്നത്? സഭ മാറ്റപ്പെട്ട ശേഷം അന്തിക്രിസ്തു യഹൂദനോട് ഉടമ്പടി ചെയ്യുമ്പോൾ 70-ാമത്തെ ആഴ്ചവട്ടം നിവർത്തിക്കപ്പെടും. അത് 7 വർഷമാണ്. 7 വർഷം. അതാണ് ഈ തിരുവചനത്തിൽ വായിച്ച മഹാകഷ്ടം. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത മഹാകഷ്ടം. നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിൻ്റെ ആ ഭാഗങ്ങൾ പഠിച്ചാൽ നമുക്കറിയാം, മനുഷ്യൻ മരണം കൊതിക്കും. മരിച്ചാൽ മതി, പക്ഷെ മരണം അവരെ വിട്ടുപോകും. ഞാൻ ചിലപ്പോൾ ഇരുന്ന് ഓർക്കും, അതെന്താ, എങ്ങനെ അങ്ങനെ മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടങ്ങ് ചത്താ പോരായോ? നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ 3 ദിവസം രാവും പകലും ഇരുട്ടുണ്ടായി. അവിടെ വായിക്കുന്നുണ്ട്, ഇരുന്നിടത്തുനിന്ന് ഒരുത്തൻ എഴുന്നേറ്റിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച്, രാവിലെ സൂര്യൻ ഉദിക്കാതിരിക്കാമെങ്കിൽ എങ്ങനെ ഇരിക്കും മനുഷ്യൻ്റെ മനസ്സ്? അപ്പോൾ അറിയാം പേടിയുണ്ടോ എന്നൊക്കെ. രാവിലെ സൂര്യൻ ഉദിക്കാതിരുന്നാൽ അറിയാം പേടിയുണ്ടോയെന്നൊക്കെ അപ്പോഴറിയാം. 3 ദിവസം സൂര്യനെ ഉദിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും സ്ഥിതി? ഒരുത്തന് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ടില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ നാള് എന്തായിരിക്കും? ജ്യോതിർഗോളങ്ങൾ ഞാൻ കുറേ പഠിക്കാൻ നോക്കി. ഭൂമി അതിൻ്റെ സ്ഥാനത്തു നിളക്കും. അതായത് ഭൂമി ഒരു ശകലം പോലും തെറ്റാതെ അതിൻ്റെ പന്താവിൽ ഓടിക്കൊണ്ടിരിക്കുക. അവിടുന്ന് ഭൂമിയെ ഇളക്കും. ഭൂമിയെ ഇളക്കി കഴിയുമ്പോൾ നക്ഷത്രങ്ങൾ മീറ്റോസ് എന്ന അത് ഭൂമിയിൽ വീഴും. നമ്മൾ വായിക്കുന്നു, അത്തിക്കായ് ഉതിർത്തിട്ട് കായ് ഉതിർക്കുന്ന പോലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പടപടപടാന്ന് നക്ഷത്രങ്ങൾ വീഴും. ആലോചിച്ച് നോക്കിയേ, എങ്ങനെ ഇരിക്കും ഭൂമി എങ്ങനെ ഇരിക്കും? ഇവിടെ ജീവിക്കുന്നവരുടെ സ്ഥിതി എന്തായിരിക്കും? ഇവിടെയുള്ള ന്യൂക്ലിയർ വെപ്പണൊക്കെ പൊട്ടും, സുനാമിയൊക്കെ ഉണ്ടാകും. ഇവിടെ മനുഷ്യൻ ചിന്തിച്ചിട്ടില്ലാത്ത പോലെ ഭയാനകമായി വിപത്തുകൾ ഉണ്ടാകും. പക്ഷേ സഭയോട് കർത്താവ് പറഞ്ഞു, ഭൂമിയിലെങ്ങും വരുന്ന പരീക്ഷകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഐ വിൽ കീപ് യു ഫ്രം ദ ഹവർ ഓഫ് ട്രയൽ ദാറ്റ് ഈസ് ഗോയിങ് ടു കം ഓൺ ദ ഹോൾ വേൾഡ്. ഈ 7 വർഷം കഴിയുമ്പോഴാണ് കർത്താവ് ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത്.
പക്ഷേ നമ്മുടെ വിഷയത്തിലേക്ക് ഒതുങ്ങി നിൽക്കാം. ഞാനത് പ്രവചന വിഷയത്തിലേക്ക് അങ്ങ് പോയി. നമ്മുടെ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാം. മരണശേഷം, ഈ പുനരുത്ഥാന ശേഷം എന്താണ് നടക്കുന്നത്? പുനരുത്ഥാന ശേഷം നടക്കേണ്ടത് ന്യായവിധിയാണ്. ന്യായവിധി വളരെ വ്യക്തമായി നമ്മൾ എബ്രായർ 9:27 എന്താ വായിക്കുന്നത്? ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും മാർഗം കൊണ്ട് അവരെ സ്വർഗത്തിൽ കയറ്റാൻ ഒക്കുമോ? ഇല്ല, സാധിക്കില്ല. ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ കാത്തിരിക്കുന്നത് ന്യായവിധിയാണ്. ദൈവം പറഞ്ഞിരിക്കുകയാണ് ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. അത് മാറ്റാനൊക്കില്ല. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇറ്റ് ഈസ് അപ്പോയിന്റഡ് അൺടു മാൻ. ആരുടെ അപ്പോയിൻമെൻറ്റാ? ദൈവത്തിൻ്റെ അപ്പോയിൻമെൻറ്റ്. മരണം ആർക്കും മാറ്റാൻ കഴിയില്ല. അതുപോലെ മരണശേഷമുള്ള ന്യായവിധിയും ആർക്കും മാറ്റാൻ കഴിയില്ല. നമ്മൾ ഓർക്കണം, ഇന്ന് മനുഷ്യൻ ദൈവം എന്ന് പറഞ്ഞാൽ പരിഹാസമാണ്, വളരെ പരിഹാസമാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ കുട്ടികളൊക്കെ അവരുടെ അപ്പനോടും അമ്മയോടും ബാധ്യസ്ഥരാണ്, കണക്ക് കൊടുക്കേണ്ടിവരാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ ടീച്ചേഴ്സിനോട് കണക്ക് കൊടുക്കണം, ടീച്ചേഴ്സ് ഹെഡ് മാസ്റ്ററിനോട് കണക്ക് പറയണം. ഒരു രാജ്യത്തിൻ്റെ പൗരന്മാർ അതിൻ്റെ ഭരണകർത്താക്കളോട് കണക്ക് പറയണം. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിയാലും അതിൻ്റെ ഉന്നത അധികാരികളോട് കണക്ക് പറയണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഉടയവനാരാ? ദൈവമാണ്. നമ്മളെ സൃഷ്ടിച്ചതാരാ? സക്കറിയാവ് 12:1 നിങ്ങളൊന്ന് എടുത്തു വായിച്ചാൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു: ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ഉള്ളിൽ അവൻ്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്യുന്ന യഹോവ. സക്കറിയാവ് 12:1 ആകാശം വിരിച്ച ദൈവമാണ്, ഭൂമിക്ക് അടിസ്ഥാനമിട്ട ദൈവമാണ്. ആ ദൈവമാണ് മനുഷ്യന്റെ ഉള്ളിൽ അവൻ്റെ ആത്മാവിനെ നിർമ്മിച്ചത്. മനുഷ്യന് ജീവൻ കൊടുത്തത് അവനാണ്. നമ്മൾ കണ്ടു, ആത്മാവ് മനുഷ്യന് വിവേകം കൊടുക്കുന്നു. യഹോവയുടെ ശ്വാസം മൂക്കിൽ ജീവശ്വാസം ഊതി ആ മനുഷ്യൻ്റെ ഉള്ളിൽ. യോബിൻ്റെ പുസ്തകം 32:8 വായിച്ചേ. യോബ് 32:8 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം ജീവശ്വാസം ഊതി മൂക്കിൽ. യോബ് 32:8. ഞാൻ നിന്നെ ഉപദേശിച്ച് 32:8. എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകൂ. ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഇൻ എ മാൻ, ദ ബ്രെത്ത് ഓഫ് ദ ഓൾമൈറ്റി ദാറ്റ് ഗീവ്സ് ഹിം അണ്ടർസ്റ്റാൻഡിങ്. മനുഷ്യന് ഈ വിവേകം കൊടുക്കുന്നത് ആരാ? ഈ ആത്മാവാണ്. അതുകൊണ്ട് ആ മൃഗങ്ങൾക്കൊന്നും ഒരു വിവേകമില്ല, അതിന് വിവേകമില്ല. മനുഷ്യന് ആത്മാവുള്ളത് കൊണ്ട് വിവേകമുണ്ട്. ഞാൻ പറയാറുണ്ട്, ഒരു മൃഗവും ഒരു കുരിശോട്ടിയുടെ ചോട്ടിൽ പോയി പ്രാർത്ഥിക്കത്തില്ല, ഒരു മൃഗവും ഞായറാഴ്ച പള്ളിയിൽ പോകത്തില്ല. എന്നാൽ മനുഷ്യന് ഭൂമിയുടെ എവിടെ ചെന്നാലും ദൈവമെന്നൊരു ചിന്തയും, ദൈവത്തെ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും അവൻ വിളിക്കുന്നതിൻ്റെ കാരണം എന്നാ? അവൻ്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട്. ഈ ആത്മാവ് അവനെ ബോധം വരുത്തുന്നുണ്ട്, നീ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടിയവനാണ്. റോമലേഖനം നമ്മൾ എടുക്കുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, മനസാക്ഷി എന്ന് പറയുന്ന ഒരെണ്ണം മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട് ദൈവം. അത് ഒന്നുകിൽ അവനെ കുറ്റം പറയും, അല്ലെങ്കിൽ അവനെ ഒഴികഴിവ് പറയും. ഇംഗ്ലീഷിൽ വായിച്ചാൽ either it will accuse or excuse. ഒരു കാര്യം ചെയ്തപ്പോൾ ചെയ്യരുതെന്ന് പറഞ്ഞു. കാട്ടുവർഗക്കാരനാണ്, അവന് വേദവസവും ഇല്ല, അവന് എഴുത്തും വായന അറിയത്തില്ല. പക്ഷെ അവനൊരു കാര്യം ചെയ്തപ്പോൾ അവൻ്റെ ഉള്ളിലെ ആത്മാവ് പറഞ്ഞു, ചെയ്യരുത്, നീ ചെയ്യുന്ന തെറ്റാണ്. ന്യായവിധി ദിവസത്തിൽ അത് പുറത്തു കൊണ്ടുവരും. കോൺഷ്യസ്, മനസാക്ഷി നമ്മളെ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്യും. either it will accuse or excuse. ന്യായവിധി ദിവസത്തിൽ അത് പുറത്തു കൊണ്ടുവരും. നമ്മൾ വായിക്കുന്നു, ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധിയാണ്. എന്തിനാണ് ദൈവം ഈ ന്യായവിധി ഇത്ര വച്ചിരിക്കുന്നത്? നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ദൈവം പൂർണ്ണ നീതിമാനാണ്.
മനുഷ്യൻ ചെയ്യുന്ന അനീതികളൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. ഞാനെപ്പോഴും ചിന്തിക്കുന്ന, വായിക്കുന്ന, പറയുന്ന ഒരു ഭാഗമാണ് സങ്കീർത്തനങ്ങൾ 51 എടുത്തു നോക്കിയാട്ടെ. സങ്കീർത്തനം 50 അതിൻ്റെ 21 വാക്യം നോക്കിയാട്ടെ. സങ്കീർത്തനങ്ങൾ 50:21. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിൻ മുമ്പിൽ അവയെ നിരത്തി വയ്ക്കും. ഇതൊക്കെ ചെയ്തപ്പോഴും മനുഷ്യൻ ഓർത്തു, ദൈവം ഒന്നുമില്ല, ചോദിക്കില്ല, പറയില്ല. നീ ഓർത്തു ഞാനും നിന്നെ പോലെയാണെന്ന്. എന്നാൽ ഒരു ദിവസം നിന്റെ മുന്നിൽ ഇതൊക്കെ നിരത്തി വെക്കും ഞാൻ. ആ ന്യായവിധി ദിവസത്തിനായി സങ്കീർത്തനം 9:7-8 വാക്യത്തിൽ വായിക്കുന്നു, അവൻ ന്യായവിധിക്കായി സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. സൗന്മാരെ, ന്യായവിധി തീർച്ചയാണ്. മരണം നിശ്ചയമായിരിക്കുന്നത് പോലെ മരണശേഷം ന്യായവിധി നിശ്ചയമാണ്. എല്ലാവരെയും ഒരുപോലെ അല്ല ന്യായം വിധിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അവന് ന്യായവിധി ഉണ്ട്. പക്ഷേ നമുക്ക് ആശ്വസിപ്പാൻ ഒരു വലിയ കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, പാപികളെ ന്യായം വിധിക്കുമ്പോൾ തിരുവചനത്തിൽ വായിക്കുന്നു, വെള്ള സിംഹാസനത്തിന് മുന്നിൽ, വെളിപാട് 20:15 വാക്യം, സിംഹാസനം, ത്രോണോസ്. ആ വാക്ക് വിശുദ്ധന്മാരെ ന്യായം വിധിക്കുന്നതിൽ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ദൈവത്തിൻ്റെ സിംഹാസനം മുന്നിൽ നിൽക്കുമെന്നല്ല പറഞ്ഞേ, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുന്നിൽ. ഭീമ എന്നുള്ള വാക്കാണ്, ത്രോണോസ് എന്നുള്ളതല്ല, നമ്മളെ ശിക്ഷിക്കുന്നതല്ല. പിന്നെ എന്തോ അത് ഒരു ഭീമ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക. ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ, കളികൾ നടക്കുമ്പോൾ അവിടെ ഒരു അമ്പയർ ഇരിക്കുന്ന സ്ഥലം, അദ്ദേഹം വിസിലടിക്കും, തെറ്റാണ് ശരിയാണ്, അദ്ദേഹം സമ്മാനം കൊടുക്കുന്നു. കാരണം നമുക്കിനി ശിക്ഷയില്ല. ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി, ശിക്ഷിക്കുന്ന ഒരു ശിക്ഷ ഇനി വിശുദ്ധനില്ല. കാരണം അല്ലെങ്കിൽ 2 പ്രാവശ്യം ശിക്ഷിക്കും. ഓൾറെഡി നമ്മുടെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു, ഇനി നമ്മളെ ശിക്ഷിക്കില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചാൽ മതിയല്ലോ, ഇല്ലേ? അതിനാണ് ബാലശിക്ഷ എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അപ്പൻ കൈക്കൊള്ളുന്ന മകനെ തല്ലുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും ശിക്ഷിക്കും. ആ ബാലശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വാക്കൊന്നും ഞാനിപ്പം പറയുന്നില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണോ? ബാലശിക്ഷ നടത്തും. അല്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല. ഒരു വിശ്വാസി പാപം ചെയ്താൽ ഈ ഭൂമിയിൽ വെച്ചാണ് അവനോട് ദൈവം ഇടപെടുന്നത്. എന്നാൽ ഒരു അവിശ്വാസിയോട് ദൈവം ഇടപെടത്തില്ല. അവിശ്വാസി ദൈവം ഇടപെടത്തില്ല. അവൻ എന്ത് തോന്നിയാസം കാണിച്ചാലും അവനോട് ഇടപെടത്തില്ല. ചിലരൊക്കെ പലതും കാണിച്ചിട്ടും സഭയിലൊക്കെ കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ ഉള്ളൂ. ഹെബ്രായ ലേഖനം ഒന്ന് എടുത്തു നോക്കി, അവിടെ വായിക്കുന്നുണ്ട്, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും ശിക്ഷിക്കുന്നു. ബാലശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയനാണ്. ജാരസന്തതി. യെസ്, ജാരസന്തതി. സ്വന്തം അപ്പന് ജനിച്ച മക്കളല്ല. നീ വീണ്ടും ജനിച്ചിട്ടില്ല. നീ തോന്നിവാസം കാണിച്ചിട്ടും ദൈവം ഇടപെടുന്നില്ലെങ്കിൽ സൂക്ഷിച്ചോ, നീ ദൈവ ഇതലല്ല. ഞാനൊരു തെളിവൂടെ തരാം. നിങ്ങൾ യെരമ്യാ പ്രവചനം 48-ാം അധ്യായം എടുത്തേ. യെരമ്യാ പ്രവചനം 48-ാമത്തെ അധ്യായം. യെരമ്യാ പ്രവചനം 48-ാമത്തെ അധ്യായം. യെസ്, അതിൻ്റെ 11-ാം വാക്യം. ഈ ജാരസന്തതിയായിരുന്ന മോബ്യരും അമ്മോന്യരും. നമുക്കറിയാം മോഹബ് ജനിച്ചത് എങ്ങനെയാണ്. മോബും അമ്മോന്യരും ജനിച്ചത് ലോത്തിൻ്റെ പെൺമക്കളിൽ ജനിച്ചതാണ് ആ 2 പിള്ളേർ. ഈ മോഹബിനോട് ദൈവം ഇടപെടത്തില്ല, പക്ഷേ ഇസ്രായേലിനോട് ദൈവം ഇടപെടുന്നു. ഇസ്രായേൽ ആരാ? പുറപ്പാട് ദിവസം 4:22 വായിച്ച്, ഇസ്രായേൽ എൻ്റെ പുത്രൻ.
ഇസ്രയേലിൻ്റെ പുത്രൻ. ഞാൻ ചോദിച്ചോട്ടെ, അവരെ അനുഭവിച്ച ശിക്ഷ പോലെ വേറെ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? അവരെ കാട്ടി ചുറ്റും കിടക്കുന്ന ഒരു പാപം ചെയ്തിട്ടില്ലയോ? അവരെ കാട്ടി പാപം ചെയ്തിട്ടുണ്ട് അടുത്ത് കിടക്കുന്നവർ. അവരോട് തന്നെ ഇടപെടാത്ത, അവരോട് ഇടപെടത്തില്ല. പുറപ്പാട് 4:22 ഇസ്രയേലിൻ്റെ പുത്രൻ, അവൻ പുത്രനാകിയാൽ അവനോട് അപ്പൻ ഇടപെടുന്ന പോലെ ഇടപെടും. എബ്രാഹിം ലേഖനം 12:8 അതാ വായിച്ച. അല്ലെങ്കിൽ നീ മകനല്ല. ഇവിടെ മോവാബിനെ കണ്ടോ? ആ യെരമ്യാവ് 48:11 മോവാബ് ബാല്യം മുതൽ സ്വൈര്യമായി മട്ടിന്മീതെ തെളിഞ്ഞു നിന്നു. അവനെ പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് പകരുകയോ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ സ്വാദ് അവനിൽ തന്നെ ഇരിക്കുന്നു. അവൻ്റെ മണം പോയിട്ടുമില്ല. അവൻ ഒരു കുഴപ്പമില്ല. മോവാബിനോട് ദൈവം ഇടപെടത്തില്ല. മോവാബ് സുഖമായിട്ടിരിക്കുന്നു. കാരണം അവൻ കൗലടയനാണ്. ദൈവം ഇടപെടത്തില്ല. ഇസ്രായേലിനോട് ദൈവം ഇടപെട്ടു. കാരണം എന്നാ? ഇസ്രായേൽ ദൈവത്തിൻ്റെ പുത്രനാണ്. എൻ്റെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. ഒരു വിശ്വാസിക്ക് ശിക്ഷ ഇവിടെ വെച്ച് ആണ്. ഇനി ശിക്ഷിക്കുന്ന ശിക്ഷാവിധി ഇല്ലാത്തത് കൊണ്ട് അവൻ ഇവിടെ ജീവിതം ക്രമീകരിച്ചില്ലെങ്കിൽ ദൈവം ഇവിടെ വെച്ച് അവനോട് ഇടപെടും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, പാപികൾക്ക് ന്യായവിധി ഭാവിയിൽ ദൈവം കരുതിയിരിക്കുക. അവരെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ ശിക്ഷിക്കുന്ന സിംഹാസനത്തിന് ത്രോണോസ്, സിംഹാസനം എന്ന് പേര് കൊടുത്ത്. വിശ്വാസികളെ ത്രോണോസിൻ്റെ മുന്നിലല്ല, സിംഹാസനത്തിന് മുന്നിലല്ല, അവർക്ക് പ്രതിഫലങ്ങൾ കൊടുക്കുവാൻ, അവരെ ആദരിപ്പാൻ. ദൈവം എന്തിനാ വിശ്വാസികളെ ഇങ്ങനെ ചെയ്യുന്നത്? സഹോദരന്മാരെ, ഇന്ന് പലരെയും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എത്രയോ സഹോദരന്മാരെ തെറ്റിദ്ധരിച്ചു. എത്രയോ വേന്ദ്രന്മാർ വെറുതെ നടക്കുന്നു. അവരെ ആർക്കും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ അവരെ വെളിപ്പെടുത്തും. അവിടെ വെച്ച് കർത്താവ് വെളിപ്പെടുത്തും. ആ ന്യായവിധി അതിനാവശ്യമാണ്. ആ വിശ്വാസികളെ ന്യായം വിധിക്കുന്നത് ഉൽപ്രാവണത്തിനും മഹത്വ പ്രത്യക്ഷതയ്ക്കും ഇടയ്ക്ക് വെച്ചാണ്. അതെനിക്ക് തെളിയിച്ചു തരാൻ കഴിയും. അവർ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ പ്രതിഫലം പ്രാപിച്ചിട്ടില്ല. അവർ മടങ്ങി വരുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ചു, കിരീടങ്ങൾ ധരിച്ച് പ്രതിഫലം പ്രാപിച്ച് മടങ്ങി വരുന്നത് കൊണ്ട് ഉൽപ്രാവണത്തിനും മഹത്വ പ്രത്യക്ഷതയ്ക്കും ഇടയ്ക്ക് വിശുദ്ധന്മാരുടെ ന്യായവിധി നടക്കണം. പാപികളുടെ ന്യായവിധിയോ 1000 വർഷം കഴിയുമ്പോൾ മാത്രമാണ് പാപികളുടെ ന്യായവിധി. ഞാൻ ഏതാണ്ട് ഇവിടെ നിർത്തുകയാണ്. ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്നത് 2 ക്ലാസ് കൂടെ ഉള്ളൂ. ഒരു ക്ലാസ്സിൽ നരകത്തെക്കുറിച്ച്, അടുത്ത ക്ലാസ്സിൽ നരകം എന്ന വിഷയം ഒന്ന് എംഫസൈസ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അന്ത്യന്യായവിധിയും നരകവും, പാപികളുടെ ന്യായവിധിയും നരകവും. അതിന് ശേഷം വിശുദ്ധന്മാരുടെ ന്യായവിധിയും സ്വർഗവും. സ്വർഗത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. സ്വർഗം എവിടെയാണ്? ഇവിടെയാണോ? മുകളിലാണോ? എവിടെയാണ് സ്വർഗം എന്നൊക്കെ ചോദിച്ചേക്കാം. തിരുവചനം തരുന്ന മറുപടി നമുക്ക് പരിശോധിക്കാം. ഞാൻ പുനരുത്ഥാനം എന്ന വിഷയം അല്പം കൂടെ ദീർഘമായി ഇന്നുകൂടെ എടുക്കേണ്ടി വന്നു. കാരണം അത് അത്ര സംശയമായതുകൊണ്ട് ദൂരീകരിച്ചോട്ടെ എന്ന് കരുതി ഇന്നുകൂടെ എടുത്തു. ഞാൻ ഇന്ന് നരകം സ്വർഗമൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച് സാധിച്ചില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവനെ പൗലോസ് ബ്രദറിനെ വിളിച്ച് പറഞ്ഞു, ഒരാഴ്ച കൊടുത്ത് ക്ലാസ് നീട്ടിയരെ എനിക്ക് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ വന്നോളാം. ഒരാഴ്ച കൂടെ ഈ ക്ലാസ് കൊണ്ട് ഇത് ഏതാണ്ട് അവസാനിപ്പിക്കാൻ നോക്കാം. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ പുനരുത്ഥാനത്തിൻ്റെ ഉറപ്പ് നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനമാണ്. നാം പുനരുത്ഥാനത്തിൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് കർത്താവിൻ്റെ പുനരുത്ഥാന ശരീരം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ പ്രാകൃത ശരീരം ആത്മീയമായി മാറും. ഈ ബലഹീനം ബലമുള്ളതായി മാറും. നമ്മൾ എത്രയോ വ്യത്യാസമുള്ളവരായി മാറും. നമുക്ക് വ്യക്തിത്വം നഷ്ടപ്പെടത്തില്ല. എന്നാൽ നമ്മൾ കറയും കളങ്കവും ഇല്ലാത്തവരായി ഒരു പ്രത്യേക വിധത്തിൽ പുനരുത്ഥാനം പ്രാപിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ വ്യക്തിത്വം വിലയുള്ളതാണ്. അതൊരിക്കലും നഷ്ടമാകത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. താങ്ക് യു ബ്രദർ. വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ദൈവം നമുക്ക് സമ്മാനിച്ചത്. പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞിട്ട് നിങ്ങൾ എഴുന്നേൽക്കാവുള്ളൂ. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച പോലെ
ഈ യോഗ പരമ്പര, ഈ ക്ലാസ്സിൻ്റെ പരമ്പര 2 ദിവസം കൂടെ നീളും. അടുത്ത 14-ാം തീയതി, 21-ാം തീയതി. നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടുകൂടെ ഈ സന്ദേശം കേൾക്കുവാനിടയായി തീരണം. നമ്മളൊക്കെ വളരെ ഭാഗ്യവാന്മാരാണ്. ഇന്ന് വീണ്ടും ഈ വചനം കേൾപ്പാനായിട്ട് നമ്മളെ ദൈവം കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ളത് ഏറ്റവും വിലയേറിയ നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. അത് നമ്മൾ വളരെ വിലയുള്ളതായിട്ട് തന്നെ കാണണം. കർത്താവിൻ്റെ ദാസൻ അനേക സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ഈ വചനം ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ നാളുകളിൽ തൻ്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കുന്നു. ശാരീരികമായിരിക്കുന്ന പ്രയാസങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും വളരെ വളരെ പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്നതാണ്. പ്രത്യേകിച്ച് ഈ വചനം സംസാരിക്കാനായിട്ട് അതിനുവേണ്ടി ഒരുങ്ങുകയും യാത്രയിലുമൊക്കെ വളരെ വളരെ ദൈവകൃപ അനുഭവിപ്പാനായിട്ട് നിങ്ങൾ അനുദിനം പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം പറയുകയാണ്. കാരണം എല്ലാ കാര്യങ്ങളും എപ്പോഴും തുറന്നു പറയുന്നൊരു പ്രകൃതിയില്ല. അതുകൊണ്ട് നമ്മൾ പ്രിയ കർത്താവിൻ്റെ ദാസനെ പ്രാർത്ഥനയിൽ വഹിക്കുക. കർത്താവ് അനുവദിച്ചാൽ വീണ്ടും വരുന്ന ആളുകളിൽ അനേക വിഷയങ്ങൾ നമുക്കിവിടെ ഘോഷിക്കുവാനായിട്ട് ദൈവം എടുത്ത് ഉപയോഗിക്കണം. അതിനായിട്ട് എല്ലാ ആരോഗ്യവും ആയുസ്സും ദൈവം കൊടുക്കുവാനായിട്ട് പ്രത്യേകിച്ച് തൻ്റെ സഹധർമ്മിണിയോർത്തും പ്രാർത്ഥിക്കുക. ശരീരമായിരിക്കുന്ന അസ്വസ്യം പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ആ കുടുംബത്തെ നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കടന്നു വന്ന് നിങ്ങൾക്ക് എല്ലാവരെയും നിങ്ങളെ നന്ദി ഹൃദയത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ പറഞ്ഞ പോലെ വരാക്കരയിൽ നിന്ന് വന്ന ദേവദാസന്മാർ സഹോദരന്മാർ അവർ വന്നപ്പോൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു വന്നു. നിങ്ങളെല്ലാവരും ഓരോരുത്തരെയും അടുത്ത ദിവസം കൊണ്ടുവരികയാണെങ്കിൽ, രക്ഷിക്കപ്പെടാത്തവരാണെങ്കിലും കുഴപ്പമില്ല, രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ ഇന്ന് കടന്നു വന്ന ഡോക്ടർ ജോൺസനോട് നന്ദി അറിയിക്കുന്നു. അങ്ങനെ അനേക സഹോദരി സഹോദരന്മാരെ പറഞ്ഞിരുന്നു, ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവരെല്ലാവരും വരുന്ന ദിവസങ്ങളിലെങ്കിലും കടന്നു വരുവാനായിട്ട് ഇടയായി തീരട്ടെ. ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്ന പ്രിയദാസൻ അത് തന്നിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും അനേകർക്ക് അത് എത്തിച്ചു കൊടുക്കുവാൻ ഇടയായി തീരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇപ്പോൾ ചുരുങ്ങിയ ചില വാക്കുകൾ പ്രാർത്ഥിച്ച് ഞാൻ ഈ യോഗം അവസാനിപ്പിക്കാം. നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. അൻപുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഒരു രാത്രി കൂടെ ഞങ്ങൾക്ക് തന്നതിനായ സ്തോത്രം. നിന്റെ ദാസനെ എറണാകുളത്ത് നിന്ന് ക്ഷേമത്തോടെ യാത്ര ചെയ്ത് ഇവിടെ വരുവാനായിട്ട്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന അനേകർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് കർത്താവ് ഇവിടെ എത്തിച്ചേരുവാനായിട്ട് കർത്താവിടെ ആക്കിയതിനായ സ്തോത്രം. കർത്താവ് കഴിഞ്ഞ ഈ 3 ദിവസങ്ങളിൽ ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വിലയേറിയ ആലോചന കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയതായി ഞങ്ങളത് ഓർക്കുകയാണ്. അനേകർക്ക് ലഭിക്കാത്തതായിരിക്കുന്ന ഈ സന്തോഷനിർഭരമായിരിക്കുന്ന നിമിഷങ്ങൾ എളിയവരായിരിക്കുന്ന അടിയങ്ങൾക്ക് പ്രദാനം ചെയ്തു. ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും ഞങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും ഈ സുവിശേഷത്തിൻ്റെ മഹാത്മ്യം മറ്റുള്ളവരെ അറിയിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കുകയും ചെയ്യുന്ന ക്ലാസ്സുകളിൽ കൂടിയാണ് ഞങ്ങൾ കടന്നുപോയത്. ഇന്ന് പുനരുദ്ധാനത്തിൻ്റെ ശക്തി കർത്താവെ ഞങ്ങൾ രുചിച്ചറിയുവാനായിട്ട് പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എനിക്ക് രുചിച്ചറിഞ്ഞാൽ മതി. കർത്താവെ, ഞങ്ങൾ ആ ദിവ്യമായിരിക്കുന്ന ആ സന്തോഷത്തിൻ്റെ സമൃദ്ധിയിലേക്ക് ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഞങ്ങൾ അടുത്ത് വരികയാണ് കർത്താവെ, ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിലേക്ക്. നിൻ്റെ വരവിനെ നോക്കി പാർക്കുന്ന ദൈവമക്കൾ എത്രയോ സന്തോഷമുള്ളവരാണ്. ഇവിടെ കടന്നു വന്നവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ. ആരെങ്കിലും കർത്താവിനെ അറിയാത്തവരായിട്ട് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരിന്ന് രാത്രി ആ കർത്താവിന് ഹൃദയം കൊടുക്കുവാനായിട്ട്, അവൻ്റെ പ്രിയ മക്കളായി തീരുവാനായിട്ട് അവരെ സഹായിക്കണം, അവരോട് സംസാരിക്കണം, ഇടപെടണം എന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരും കർത്താവെ അനേകരെ എരിനരകത്തിൽ നിന്ന് വലിച്ചെടുക്കുവാനായിട്ട്, സുവിശേഷം അറിയിക്കുവാനായിട്ട്, ഈ ഹോളിലിരിക്കുന്ന എല്ലാവരും സുവിശേഷകന്മാരായി മാറുവാനായിട്ട് കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും അനേകർ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ലോകത്തിൽ കൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ലോക സംഭവങ്ങൾ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ ഒരു ഏറ്റവും അടുത്തു എന്നുള്ളതാണ്. കർത്താവെ, പശ്ചിമേഷ്യയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിറവേറുകയാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടെ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് എല്ലാവരായി പന്തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ദാസൻ്റെ തിരിച്ചുള്ള യാത്രയിൽ കൂടിയിരിക്കണമേ. കഥ വഴി യാത്രയിൽ കൂടിയിരിക്കണം. മുമ്പിലും പിമ്പിലോ വാഹനത്തെല്ലാം നിയന്ത്രിച്ച് ക്ഷേമത്തോടെ യാത്ര ചെയ്ത് ഭവനത്തിൽ എത്തിച്ചേരുവാൻ, ഇവിടെ കടന്നു വന്ന എല്ലാവരും ഭവനത്തിൽ വളരെ ക്ഷേമത്തോടെ എത്തിച്ചേരുവാനായിട്ട് കർത്താവ് സഹായിക്കുകയും അവിടെ നിന്ന് അനുവദിച്ചാൽ അടുത്ത ഞായറാഴ്ചയും അതിൻ്റെ പിന്നത്തെ ഞായറാഴ്ചയും ഈ ക്ലാസ് മുന്നോട്ട് തുടരുവാനായിട്ട് അവിടെ സഹായിക്കണമേ. ഇവിടെ ഗാനങ്ങൾ പാടി ശുശ്രൂഷിച്ച കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. അവർ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട്, വരുന്ന ദിവസങ്ങളിൽ ഈ വചനം അവരോട് സംസാരിപ്പാനായിട്ട്
ഈ പുനരുദ്ധാനത്തിൻ്റെ ആ ശക്തിയിലേക്ക് അവർ ഉയർത്തപ്പെടുവാനായിട്ട്, അവർ ഒരുക്കപ്പെടുവാനായിട്ട് എല്ലാവരെയും സഹായിക്കണമേ. എല്ലാവരും ഒരിക്കൽ കൂടി തിരക്കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. നിരദാസനും അതിന് കൊടുത്തതിനായി, ആത്മാവിൻ്റെ നിറവിൽ സംസാരിപ്പാനായി, കേൾപ്പാനായിട്ട് ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനവും മഹത്വം അങ്ങെടുക്കണം. കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും നാം ഏവരോടും വചനം സംസാരിച്ചതിൻ്റെ ദാസനോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.